മലയാള നോവൽ സാഹിത്യത്തിന് കാലം ആവശ്യപ്പെടും ഒരു തുറസ് സാധ്യമാകുന്നത് ഫ്രാൻസിസ് ഇട്ടിക്കോറയിലൂടെയാണ്. സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി, മാമ ആഫ്രിക്ക തുടങ്ങി തുടർകൃതികളിലൂടെ ലോക ഭൂപടം മലയാളി വായന മുറിയിൽ നിവർത്തിയിടാൻ ആ എഴുത്തുകൾക്കായി. നോവൽ മാത്രമല്ല, കഥ, തിരക്കഥ, സംഭാഷണം, വിവർത്തനം, അങ്ങനെ വിവിധങ്ങളായ സാഹിത്യ ശാഖകളിൽ കുറഞ്ഞ കാലം കൊണ്ട് വിസ്മയം സൃഷ്ടിച്ച ടി രാമകൃഷ്ണനാണ് സോൾസേസിലെ ഇത്തവണത്തെ അതിഥി. ആത്മഭാഷണത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ ഈ ആൽഫ കഴിഞ്ഞിട്ട് സാധാരണ ഏത് എഴുത്തുകാരനെ പോലെ ആദ്യമായിട്ടൊരു പുസ്തകം പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ വലിയ ആകാംക്ഷയായിരിക്കും. ആളുകൾ എങ്ങനെ വായിക്കും, ആളുകൾ വായിക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാനൊക്കെ ഇല്ല. അതിലിപ്പോൾ ആലോചിക്കുമ്പോൾ വളരെ തമാശയായിട്ട് തോന്നുന്നൊരു ഓർമ്മ എന്താണെന്ന് വെച്ചാൽ, അന്ന് എനിക്ക് ഇപ്പോൾ DC ബുക്സിൻ്റെ അത് പബ്ലിഷ് ചെയ്തെങ്കിൽ കൂടെ DC ബുക്ക് സ്റ്റോറിലുള്ള ആളുകൾക്കൊന്നും എന്നെ പരിചയമൊന്നുമില്ല. ഞാൻ ഒരു ദിവസം തൃശ്ശൂർ DCയുടെ ബുക്ക് ഷോപ്പിൽ പോകും. അപ്പോൾ പോണതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മുടെ പുസ്തകം ആളുകൾ വാങ്ങുന്നുണ്ടോ എന്ന് അറിയാനുള്ള ഇതിലാണ് പോണത്. ചെന്ന് നോക്കുമ്പോൾ ഇങ്ങനെ പുതിയ ന്യൂ റിലീസിൻ്റെ കൂടെ ഇത് വെച്ചിട്ടുണ്ട്. ഒരു 5-6 പുസ്തകങ്ങൾ വേറെ ഇങ്ങനെ വരിയായിട്ടിരിക്കുന്നത്. അപ്പം ഞാൻ കുറച്ച് അപ്പുറത്ത് ഇങ്ങനെ നിന്ന് നോക്കി, ഇത് ആരെങ്കിലും വാങ്ങാൻ വരുന്നുണ്ടോ, വാങ്ങുന്നുണ്ടോ. ഇപ്പോൾ വലിയ പൊട്ടത്തരായിട്ട് തോന്നുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ അകത്തേക്ക് വരുന്നു. അയാൾ ഇതിൻ്റെ മുമ്പിൽ ഇങ്ങനെ നിന്നൊന്ന് നോക്കി നേരെ ഈ ആൽഫ കയ്യിലെടുത്തു. അപ്പം എനിക്ക് ഞാൻ ഇയാൾ ഇവിടെയാണ് ഇത് ചെയ്യണമെങ്കിൽ ഞാൻ ഏകദേശം അത്ര ഇരുന്നിട്ട് എൻ്റെ ഞാനൊരു പുസ്തകം എടുത്ത് നോക്കുക എന്നുള്ള വ്യാജേന ഇയാളെയാണ് ശ്രദ്ധിക്കുന്നത്. ഇയാളിത് വാങ്ങാൻ പോവാണ്. അയാളിതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മറിച്ച് നോക്കി എന്നെ നിരാശനാക്കിക്കൊണ്ട് അയാൾ അത് അവിടെ തന്നെ വെച്ചു. അത് കഴിഞ്ഞ് താഴെ ഇങ്ങോട്ടൊക്കെ നോക്കി മൂന്നേട്ടൻ്റെ ഏതൊരു പുസ്തകം. അപ്പം അന്നത്തെ മാനസികാവസ്ഥ വേറെ, ഇപ്പം ആലോചിക്കുമ്പോൾ അത് തമാശയായിരുന്നു. അപ്പം ഇങ്ങനെ ഇത് കഴിഞ്ഞപ്പോൾ പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ നല്ല ചില റിവ്യൂസ് നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് ഇന്ത്യ ടുഡേ അതിന് വളരെ വിശദമായിട്ടൊരു റിവ്യൂ, മലയാളം ഇന്ത്യ ടുഡേ, ഇയാളുടെ ഷാജി ജേക്കബിൻ്റെ റിവ്യൂ, അതേപോലെ മലയാളത്തിലൊരു റിവ്യൂ, അത് ജയേന്ദ്രൻ സാറിനെ പറഞ്ഞു, അത് രാജൻ ഗുരുക്കൾ സാറ്, അദ്ദേഹം റിവ്യൂ ഒന്നും ചെയ്യുന്ന ആളല്ലേ, ഹിസ്റ്റോറിയനല്ലേ. അങ്ങനെ ചില റിവ്യൂസൊക്കെ വന്നു. ഒരുവിധം നല്ലൊരു റെസ്പോൺസ് വായനക്കാരുടെ ഭാഗത്തു നിന്ന്. അത് നമുക്ക് ഒരു എഴുത്ത് നമുക്ക് പറ്റുന്ന ഒരു വഴിയാണെന്ന് തോന്നാൻ ഒരു ചെറിയൊരു കോൺഫിഡൻസ് ഉണ്ട്. പക്ഷെ അതിലും വേറെ രസമായിട്ടൊരു കാര്യം എന്താ വെച്ചാൽ, ഈ ആൽഫ പുസ്തകമായിട്ട് വന്നാണ് കൈ കിട്ടിയപ്പോൾ അന്ന് വൈശാഖ മാഷ് ഇവിടെ തൃശ്ശൂരാണ് താമസം. അപ്പം ആ കോപ്പി വന്ന സമയത്ത് ഞാൻ മാഷാണ് അതിനൊരു ഇൻട്രോ ഒക്കെ എഴുതി, അവതാരിക എഴുതി തന്നത്. അപ്പോൾ മാഷെ കാണാൻ പോയി എൻ്റെ കോപ്പി കൊടുക്കാൻ വേണ്ടി. അതൊക്കെ ഇങ്ങനത്തെ വീക്കെൻഡ്സിലാണ്. ഞാൻ ഈ സാറ്റർഡേ വരുന്നു, സൺഡേ തിരിച്ചു പോകണമെന്നുള്ള സൺഡേ ആണ് പോകും. അപ്പം മാഷയുടെ കൈ കൊടുത്തു. അപ്പം മാഷ് മുമ്പ് വായിച്ചാണല്ലോ പുസ്തകം നമ്മൾ കൊടുത്തു. അപ്പം അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എന്നോട് ചോദിച്ചു, ഇനി എന്താ പ്ലാൻ? അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ആ സമയത്ത് ഇട്ടിക്കോര എന്നുള്ള കഥയൊന്നും ആയിട്ടില്ല. ഈ ഗ്ലോബലൈസേഷൻ വന്ന് അതിന് ശേഷം നമ്മുടെ സൊസൈറ്റിയിൽ വരുന്ന മാറ്റങ്ങളുണ്ടല്ലോ, ഒരു 10 years ആയല്ലോ, വലിയ തോതിൽ മാറുന്നുണ്ട്. ഇതിൻ്റെ ബേസിലൊരു സാധനം ചെയ്യണം എന്നൊരാഗ്രഹം. ഞാൻ മാഷോട് പറഞ്ഞത് കുറച്ചൊരു വലിയൊരു സബ്ജക്റ്റാണ്, എനിക്ക് വേറെ പല ചിന്തകളുണ്ട്, അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊരു രൂപമായിട്ടില്ല, കുറേ വർക്ക് ചെയ്തിട്ട് വേണം അത് ചെയ്യാൻ. ഇതാണ് സബ്ജക്റ്റ്, കച്ചവടമാണ് അതിലെ വിഷയം. മാഷിനോട് പറഞ്ഞാൽ നല്ല കാര്യം ചെയ്യൂ, പക്ഷെ അതിനിടയിൽ ഒരു കാര്യം ചെയ്യണം. നിങ്ങൾ ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ ഒരാളെ പറ്റി ടി രാമകൃഷ്ണൻ എന്ന് പറഞ്ഞ പേരറിയില്ല. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പല മാസികയിൽ പല ലേഖനമോ കഥകളോ അങ്ങനെയൊക്കെ ആനുകാലികങ്ങളിലേക്ക് എഴുതി അയച്ചു കൊടുക്കും. നിങ്ങൾ എഴുതി അയച്ചു കൊടുത്താൽ പബ്ലിഷ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അതുപോലെ ചെയ്യാൻ പറ്റും
എന്ന് എനിക്കറിയാം, അത് ചെയ്യൂ. അല്ലാതെ ഇനി ഒരു 5 കൊല്ലം കഴിഞ്ഞൊരു നോവൽ ആയിട്ട് വരുമ്പോൾ വീണ്ടും ഒരു അൺനോൺ ആയിട്ട് തന്നെ തുടരും. അപ്പം ഞാൻ അങ്ങനെ ആലോചിച്ചപ്പോൾ അതുവരെ ഞാനിതിനെ പറ്റിയിട്ട് ആലോചിച്ചിരുന്നില്ല. ശരിയാണല്ലോ മാഷ് പറഞ്ഞു എനിക്ക്. അപ്പം എനിക്ക് ഈ മദ്രാസിൽ കുറേ സുഹൃത്തുക്കളും ഒക്കെ അത് അധികം ഈ തമിഴ് ലിറ്ററേച്ചറായിട്ട് അതൊക്കെ മാഷൊക്കെ അറിയാം. എന്നിട്ടാണ് പറഞ്ഞത്. അന്ന് വൈകിട്ട് ഞാൻ മദ്രാസ് മെയിലിൽ തിരിച്ച് പോവുകയാണ്. മദ്രാസ് പോകുമ്പോൾ ഇങ്ങനെ വെറുതെ കിടന്ന് പോണ സമയത്ത് ആലോചിച്ച് എന്തെങ്കിലും എഴുതണമല്ലോ. അടുത്ത നോവലിൻ്റെ ഒരു ധാരണ മനസ്സിലുണ്ട്, പക്ഷേ അത് കുറേ സമയമാവും നമ്മൾ വേറെ എന്തെങ്കിലും എഴുതണമല്ലോ എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഒരു തമിഴ് പോയറ്റിന് ആ സമയത്ത് സംസ്കൃതി അവാർഡ് കിട്ടി. സംസ്കൃതി അവാർഡ് എന്ന് പറഞ്ഞാൽ 35 വയസ്സ് താഴെയുള്ള എഴുത്തുകാർക്ക് നാഷണൽ ലെവലിൽ കൊടുക്കുന്ന അവാർഡ്. അപ്പോൾ ആ തമിഴിൽ കിട്ടിയത് മനുഷ്യപുത്രൻ. മലയാളത്തിൽ ബാലേന്ദ്രന് കൊടുത്തിട്ട് ബാലേന്ദ്രൻ വാങ്ങാത്ത അവാർഡ്. അദ്ദേഹം അവാർഡുകൾ പൊതുവെ സ്വീകരിക്കാത്ത ഇദ്ദേഹം ഇത് വാങ്ങിച്ച കൊല്ലം. അപ്പം ഞാൻ ആലോചിച്ച് ഇയാളെ പറ്റിയിട്ടൊരു കുറിപ്പ് എഴുതാം, എന്നിട്ട് ഏതെങ്കിലും മാസികയ്ക്ക് അയച്ചു കൊടുക്കാം. അതിനൊരു കാരണം എന്താണെന്ന് വെച്ചാൽ മനുഷ്യപുത്രൻ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡാണ്, ഫുൾ ടൈം വീൽ ചെയറിലിരിക്കുന്നതാണ്. അപ്പം അതിലിരുന്നു കൊണ്ട് സ്വന്തം ഒരു പബ്ലിക്കേഷൻ നടത്തുന്നു, അതേപോലെ എഴുതുന്നു, വളരെ ആക്റ്റീവായിട്ട് പല വിഷയത്തിലും ഇടപെടുന്ന ആളാണ്. ഇപ്പോൾ വലിയ റെക്കഗ്നേഷൻ വന്നേക്കുന്നു. അപ്പം അതിൻ്റെ ആ ഒരു ആർട്ടിക്കിളിന് ഒരു റെലവൻസ് ഉണ്ട് ആളുകളുടെ ഇടയിൽ. ഞാൻ അവിടെ മദ്രാസ് ചെന്നതിന് ശേഷം പിറ്റേ ദിവസമായിട്ട് ഇയാളെ കണ്ട് ഇദ്ദേഹത്തിനോട് തന്നെ ഈ ഐഡിയ പറഞ്ഞു, ഒരു ചെറിയൊരു ആർട്ടിക്കിൾ നിങ്ങളെ പറ്റിയിട്ട് എഴുതിയ എന്താണ്. പുള്ളിക്ക് സന്തോഷമായി. അതിപ്പോൾ അയാളെ പറ്റിയിട്ട് ഒരു ആർട്ടിക്കിൾ മലയാളത്തിൽ എഴുതുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അയാൾക്ക് സന്തോഷമാണല്ലോ. അപ്പം ഞാൻ പറഞ്ഞു അതിനെ കുറച്ചും കൂടെ ഡീറ്റെയിൽസ് ഒക്കെ എനിക്ക് വേണം. ഞാൻ അദ്ദേഹത്തിൻ്റെ കവിതകൾ വായിച്ചിട്ടുണ്ട്, പക്ഷെ മറ്റ് കാര്യങ്ങൾ ഇങ്ങനത്തെ അഭിപ്രായങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ ചോദിച്ചപ്പോൾ ഇദ്ദേഹം എന്ത് പറഞ്ഞു വെച്ചാൽ, ശരി നമുക്കൊരു പേട്ടി എന്ന് തമിഴ് പറഞ്ഞാൽ ഇൻ്റർവ്യൂ, ഒരു പേട്ടിയെ എടുത്തിട്ടില്ലാമേ, അത് നല്ല ഇങ്ങനെ ഓരോന്നായിട്ട് ഇയാൾ ചോദിച്ചാൽ അത് ലേഖനത്തിലേക്ക് ചേർക്കണതിന് പകരം അപ്പോൾ പുള്ളിക്ക് വളരെ ക്ലാരിറ്റിയോട് കൂടി പറയാം. അപ്പം അങ്ങനെ ഇൻ്റർവ്യൂ ആയിട്ട് മാറ്റി. അപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൽ അതുവരെ ആരെയും ഇൻ്റർവ്യൂ ചെയ്യുക അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യം ചെയ്തിട്ടില്ല. പക്ഷെ എന്താണ് ഇൻ്റർവ്യൂ എന്നറിയാം. കുറേ ചോദ്യങ്ങളൊക്കെ. അപ്പം ഞാൻ പറഞ്ഞു കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ പ്രിപ്പയർ ചെയ്ത് ഞാൻ പിന്നെ വരാമെന്ന് പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളൊക്കെ ഒന്നും കൂടിയൊക്കെ ഒന്ന് വായിച്ച് ഞാൻ ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് ഒരു 10-20 ചോദ്യമൊക്കെ ആയി ഇയാൾക്ക് വീണ്ടും പോയി കണ്ടു. എന്നിട്ട് ആ ഇൻ്റർവ്യൂ ചെയ്യും. ഇപ്പം ഇൻ്റർവ്യൂ ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ അതുവരെ എനിക്ക് അറിയാമെന്ന് വിചാരിച്ചിരുന്ന തമിഴിൽ വലിയ കാര്യമില്ല. അത് നോർമലായിട്ടുള്ളൊരു തമിഴാണ്. അപ്പം ഇദ്ദേഹത്തിനോട് ചോദിക്കുമ്പോൾ പുള്ളി തിരിച്ച് പറയുന്ന തമിഴ് നോക്കുമ്പോൾ അത് വേറെ ഒരു തമിഴിലാണ് പുള്ളി. അപ്പം അതിൻ്റെ കുറച്ചും കൂടെ സിംപ്ലിഫൈഡ് വേർഷൻ അയാൾ തന്നെ പറയണം വേണ്ടി. അപ്പോൾ പക്ഷെ ഞങ്ങൾ തമ്മിൽ അടുത്ത സൗഹൃദം കൊണ്ട് വളരെ ഹെൽപ്ഫുള്ളായിട്ട് അത് ചെയ്ത് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് അദ്ദേഹം പറയുന്നത് അപ്പം തന്നെ മലയാളത്തിലേക്ക് മാറ്റി സംശയമുള്ള പുള്ളിയോട് തന്നെ ചോദിച്ചു. അങ്ങനെ എഴുതി ആ ഇൻ്റർവ്യൂ പ്രിപ്പയർ ചെയ്തു. അത് ഭാഷാഭൂഷണിക്ക് അയച്ചു. ഭാഷാഭൂഷണിയിൽ 2 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ അത് പബ്ലിഷ് ചെയ്തു. KC ആയിരുന്നു എഡിറ്റർ. പബ്ലിഷ് ചെയ്ത് വന്ന് അതിന് അത്യാവശ്യം ഒരു റെസ്പോൺസ് കിട്ടിയെന്നാണ് തോന്നുന്നത്. എനിക്കറിയില്ല, ഞാൻ ചെന്നൈയിലാണ്. പക്ഷെ എനിക്ക് എഡിറ്ററുടെ ഒരു കത്ത് കാർഡാണ്, പോസ്റ്റ് കാർഡാണ്. 2 വാചകങ്ങൾ. തുടർന്നും തമിഴിൽ നിന്ന് അഭിമുഖങ്ങൾ ചെയ്ത് അയക്കണം, പ്രസിദ്ധീകരിക്കാൻ താല്പര്യം. വേറെ അപ്പം തോന്നി നല്ല കാര്യമാണല്ലോ. അപ്പം ഞാൻ വീണ്ടും ഈ മനുഷ്യപുത്രൻ്റെ ശരിക്കുള്ള പേര് ഹമീദ്, ട്രിച്ചിക്ക് അടുത്തുള്ള. ഇപ്പം DMKയുടെ വളരെ ആക്റ്റീവ് സ്പോക്സ്മാനെ പോലെയുള്ള ആളാണ്. അപ്പം ഞാൻ അദ്ദേഹത്തിനോട് തന്നെ ചോദിച്ചു, നമുക്ക് ഇവർ ഇനിയും ഇൻ്റർവ്യൂസ് വേണമെന്നൊക്കെ പറയുന്നുണ്ട്.
അപ്പം പുള്ളി പല സജഷൻസ് പറയാൻ തുടങ്ങി. തുടർന്ന് കുറേ കാലം ഞാൻ തമിഴിലെ പല എഴുത്തുകാരുടെ ഇൻ്റർവ്യൂസ് പല വാരികൾ പബ്ലിഷ് ചെയ്തു, ട്രാൻസ്ലേഷൻസ് അതിനോട് ബന്ധപ്പെട്ടു. ഒരു ഇൻ്റർവ്യൂ പബ്ലിഷ് ചെയ്യുന്നതിൻ്റെ കൂടെ ആ റൈറ്ററുടെ പോയട്രി ആണെങ്കിൽ അത്, അല്ലെങ്കിൽ ഷോർട്ട് സ്റ്റോറി ആണെങ്കിൽ അതിൻ്റെ ട്രാൻസ്ലേഷൻ. അപ്പം അതുവരെ നമുക്ക് തമിഴ് നമ്മൾ പഠിച്ച് ഒരു തന്നെ പഠിച്ച തമിഴാണെങ്കിലും വലിയ കുഴപ്പമില്ലാതെ ചെയ്യാം എന്നുള്ളൊരു കോൺഫിഡൻസ് വന്നു. പക്ഷെ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഞാൻ ഈ വേറെ നോവൽ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നു, ഇങ്ങനെ നീങ്ങാതെ ഇതത് ഓവറായിട്ട് ഒരുപാട്. ആ കാലത്ത് മാഗസിൻസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, ഒരേ സമയത്ത് ഞാൻ ഒരുപാട് പല മാഗസിനിൽ ആർട്ടിക്കിൾസ് വരും. കലാകൗമുദിയിൽ ഒന്നിൻ്റെ ട്രാൻസ്ലേഷൻ വരുന്നു, മാധ്യമത്തിൽ ഒരു ഇൻ്റർവ്യൂ വരുന്നു, അതിൽ ഇപ്പുറത്ത് മാതൃഭൂമിയിൽ വേറെ ഒരു ട്രാൻസ്ലേഷൻ വരുന്നു, ഇടയ്ക്ക് ഭാഷാഭൂഷണിയിൽ വരുന്നു. അങ്ങനെ തുടർച്ചയായിട്ട് എനിക്ക് ഇപ്പം തോന്നുന്നു ഒരു 3 വർഷത്തോളമൊക്കെ കാലം ഒരു 2-3 ലക്കം എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ഏതിലെങ്കിലും ഒരു ലക്കത്തിലെങ്കിലും നമ്മുടെ എന്തെങ്കിലും ഒരു ഇതുണ്ടാവും. ഇൻ്റർവ്യൂസ് ഈ ലിറ്ററേച്ചർ എന്നുള്ള ഫീൽഡ് മാറിയിട്ട് വേറെ പല ഫീൽഡിലേക്ക് പോയി, സിനിമ, പൊളിറ്റിക്സ്. അങ്ങനെ ഞാൻ ആ കാലത്താണ് രാജാ സാറിനെ, ഇളയരാജ ഇൻ്റർവ്യൂ ചെയ്യുന്നത് മാതൃഭൂമിക്ക് വീക്കിലിക്ക് വേണ്ടിയിട്ട്, ഭാരതരാജ ഇൻ്റർവ്യൂ ചെയ്യുന്നത്, ബാലുമഹേന്ദ്ര, അങ്ങനെ തമിഴിലെ ചേരൻ, പിന്നെ അമീർ സുൽത്താൻ, അങ്ങനെ പല ജനറേഷൻസിലുള്ള ആളുകളെ ഇൻ്റർവ്യൂ ചെയ്യുന്നു. കരുണാനിധി ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയം കരേഞ്ചർ കരുണാനിധി ഇൻ്റർവ്യൂ ചെയ്തത് എൻ്റെ ജീവിതത്തിൽ വലിയൊരു എക്സ്പീരിയൻസാണ്. എന്ന് വെച്ചാൽ അത്രയും എന്താ ഭയങ്കരനായിട്ടുള്ളൊരു പൊളിറ്റീഷ്യനെയാണ് നമ്മൾ പോയിട്ട് ഇൻ്റർവ്യൂ ചെയ്യുന്നത്. 1.5 മണിക്കൂർ സമയം ഇൻ്റർവ്യൂ ചെയ്തത്. പിന്നെ കനിമൊഴി, അദ്ദേഹത്തിൻ്റെ മകളെ ഇൻ്റർവ്യൂ ചെയ്തു. തെലുങ്കിലെ ഗദ്ദർ, പരവർണാവ്. അങ്ങനെ ആദ്യം നമുക്കിത് കുറച്ചൊരു രസമായിട്ട് തോന്നി. ധാരാളം എന്താണെന്ന് വെച്ചാൽ വീക്കിലിയിലെ എഡിറ്റേഴ്സ് തന്നെ നമ്മളെ വിളിച്ച് പറയും, അടുത്ത ഇതിനും വീരപ്പൻ്റെ ഭാര്യ ഞാൻ, വീരപ്പൻ കൊല്ലപ്പെട്ടിട്ട് ഒരു മാസമൊന്നും ആയിട്ടില്ല. ആ സമയത്താണ് മുത്തുലക്ഷ്മിൻ്റെ. നമ്മൾ ഒരു മദ്രാസിലെ ഒരു പ്രത്യേക ലേഖകനെ പോലെ ഇവർക്കും സൗകര്യമാണല്ലോ. മദ്രാസിൽ ഒരാൾ സ്ഥിരമായിട്ടുണ്ട്, അത്യാവശ്യം ബന്ധങ്ങളുണ്ട്, അപ്പം ഇത് ചെയ്ത് കിട്ടാൻ എളുപ്പമാണ്. അപ്പം അങ്ങനെ 60 ഇൻ്റർവ്യൂസ്, 60 കൂടുതലുണ്ട്, മോർ ദാൻ 60 ഈ കാലത്ത്. ഒരു 3 വർഷത്തോളമുള്ള കാലം, 2004, 5, 6 ഈ കാലത്ത് ചെയ്തു. അതിനോട് കൂടെ ഒരുപാട് ട്രാൻസ്ലേഷൻസ്, പോയട്രി, ലേഖനങ്ങൾ, അതായത് കോളം, ഒത്തിരി കാര്യങ്ങൾ. ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള പ്രഷർ കൂടി വന്നു. ഓരോരുത്തർ പുതിയ ആളുകൾ നമ്മളെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സമീപിച്ചു. അപ്പം എനിക്ക് തോന്നി ഇത് ഇങ്ങനെ പോയാൽ ശരിയാവില്ല. പക്ഷെ വൈശാഖ പറഞ്ഞു പോലെ അതുകൊണ്ട് ഗുണമുണ്ടായി. 2-3 കാര്യമാണ്. ഒന്ന്, കുറച്ചും കൂടെ ഈ ലിറ്റററി സർക്കിളിൽ ആളുകളായിട്ടുള്ളൊരു കോണ്ടാക്റ്റ് വന്നു. പിന്നെ ഓരോ ഇൻ്റർവ്യൂവിന് വേണ്ടി ഞാൻ തയ്യാറെടുത്തിരുന്നു. അതൊക്കെ എനിക്ക് ഒരുതരം എഡ്യൂക്കേഷനായിരുന്നു. ഞാൻ ലിറ്ററേച്ചർ പഠിക്കാത്ത ആളല്ലേ. നമ്മൾ ഫിസിക്സും ഇതൊക്കെ പഠിച്ചിരുന്ന ഒരാൾക്ക് സാഹിത്യ പഠനമായിരുന്നു. അവരുടെ പുസ്തകങ്ങൾ നമ്മൾ വായിക്കുന്നു, അതിന് പ്രിപ്പയർ ചെയ്യുന്നു. അങ്ങനെ പിന്നെ അത് ചെയ്തിട്ട് നമ്മുടെ ഭാഷയ്ക്കും ഒരു ഇത് വരുമല്ലോ, നമ്മൾ ഒരു എക്സസൈസ് പോലെ. അങ്ങനെയൊക്കെ ഒരുപാട് ഗുണമുണ്ട്. പക്ഷേ ഞാൻ ഈ കച്ചവടത്തിനെ പറ്റിയിട്ട് എഴുതാൻ ഉദ്ദേശിക്കുന്ന നോവൽ ഇങ്ങനെ നീങ്ങാതെ, അതിൻ്റെ മനസ്സുകൊണ്ട് ഏകദേശം ഒരു ഇതുണ്ടെങ്കിൽ ഫിസിക്കലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാതെ ടൈം. ഓരോ ആഴ്ചയും പുതിയ ഓരോ ഇൻ്റർവ്യൂവിൻ്റെ ആവശ്യങ്ങൾ വരുന്നു, അവരെന്നെ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്യുന്നു. അപ്പം നമുക്ക് അവരോട് നോ എന്ന് പറയാൻ വയ്യാത്ത അവസ്ഥ വരും. അപ്പം ഞാൻ അവസാനം ഒരു
ഒരു സമയത്ത് ഒരു തീരുമാനം എടുത്തത് മൊത്തം നിർത്താൻ തൽക്കാലത്ത് ഇൻ്റർവ്യൂസും ട്രാൻസ്ലേഷനും. അതിന് ട്രാൻസ്ലേഷനാണ് അവസാനം ഇതെല്ലാം കൂടി നിർത്താനുള്ളൊരു പ്രധാന കാരണം. തമിഴിലെ ഒരു റൈറ്റർ അധ്യാപകനാണ്, പ്രൊഫസറാണ്, കോയമ്പത്തൂരിലുള്ള നല്ല മനുഷ്യനാണ്. ഒരു ദിവസം എന്നെ പാലക്കാടേക്ക് കാണാൻ പോകും. അദ്ദേഹത്തിൻ്റെ കൃതികളെക്കുറിച്ച് PhD ചെയ്യുന്ന ഒരു ശിഷ്യനും കൂടിയിട്ടാണ്. രണ്ടുപേരും കൂടി മുമ്പേ പറഞ്ഞിട്ടാണ് വരുന്നുണ്ട്. അപ്പം എന്തിനാണ് വരേണ്ടതെന്നൊന്നും എനിക്കും വലിയ ധാരണ ഉണ്ടായിരുന്നില്ല. അപ്പം ട്രെയിനിലാണ് അവർ വന്നത്. അന്ന് വീട്ടിൽ അന്ന് ഞാൻ കുറച്ച് ദിവസം താമസിക്കുന്നത്. ഒരു ബാഗുണ്ട്, 6 നോവലുണ്ട്, എല്ലാം അദ്ദേഹം എഴുതിയത്, എല്ലാം ഒരു 400 പേജ് ഒക്കെ. ശിഷ്യനാണ് എല്ലാ കാര്യവും പറയുക. ഗുരു ഞാൻ അങ്ങനെ കളിയൊക്കെ പറഞ്ഞില്ല, പറയുന്നതും കേര ഇദ്ദേഹം പറയും. അപ്പം പുള്ളി പറയും ഇങ്ങനെ വളരെ പല ട്രാൻസ്ലേറ്റേഴ്സിൻ്റെയും ട്രാൻസ്ലേഷനൊക്കെ നോക്കിയിട്ടാണ് സാറ് നിങ്ങളെ സെലക്ട് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ കൊങ്കു വട്ടാരമൊഴി എന്ന പ്രാദേശിക സ്ലാങ്. കൊങ്കു പ്രദേശം എന്ന് പറഞ്ഞാൽ കോയമ്പത്തൂർ, ഈറോഡ്, സേലം ആ ഒരു ബെൽറ്റിനാണ് കൊങ്കു. അതിലെഴുതിയിട്ടില്ല, സാധാരണ തമിഴല്ല, അവിടുത്തെ ലോക്കൽ സ്ലാങ്ങിൽ. അപ്പം അതിൽ ഉള്ളത് മനസ്സിലാക്കി നന്നായി ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾ നിങ്ങളാണെന്ന് ബോധ്യമായിട്ട് പല ട്രാൻസ്ലേറ്റേഴ്സിൽ നിന്നാണ് നിങ്ങളെ സെലക്ട് ചെയ്തത്. ഈ 6 നോവലും നിങ്ങൾ തന്നെ ചെയ്താൽ മതി എന്ന് സാർ തീരുമാനിച്ചു. അപ്പം അത് ഏൽപ്പിക്കാനാണ് നോക്കുന്നത്. അപ്പം ഞാൻ അങ്ങനെ ആലോചിച്ച് ഈ 6 നോവൽ ഞാൻ ചെയ്യണമെങ്കിൽ കൊല്ലങ്ങളെടുക്കും. ഒരു നോവൽ ചെയ്യാൻ ചിലപ്പോൾ ഒരു ജോലിയിലിരുന്നുകൊണ്ടാണല്ലോ. നമ്മൾ ഈ കൺട്രോളർ എന്ന് പറഞ്ഞാൽ വളരെ ടെൻഷനിലൊരു പണിയുടെ ഉള്ളിൽ പാരലായിട്ട് പോകുമ്പോൾ ഒരു നോവലിനെ ചിലപ്പോൾ ഒരു കൊല്ലത്ത് കൂടുതലെടുക്കും. നമ്മുടെ ബാക്കി എഴുത്തൊക്കെ നിന്നു പോവും. ഞാൻ എഴുതാൻ ശ്രമിക്കുന്ന നോവൽ പിന്നെ എനിക്ക് തൊടാൻ പറ്റില്ല എന്നൊക്കെ തോന്നി. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ വേറൊരു പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞാൻ അതൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ പറയാം എന്ന് പറഞ്ഞ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അവസാനം ഞാൻ വരെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ട് ട്രെയിനിൽ കയറ്റി ബൈ പറഞ്ഞ് പോരുമ്പോൾ അപ്പം തീരുമാനിച്ചു ട്രാൻസ്ലേഷൻ, ഇൻ്റർവ്യൂസ്, ജേർണലിസം എല്ലാം ഇന്നത്തോടു കൂടി തൽക്കാലത്തേക്ക് നിർത്തി. നമ്മുടെ എഡിറ്റർ സുഹൃത്തുക്കളോടും പറഞ്ഞു, ഞാൻ വേറൊരു വർക്ക് ചെയ്യുകയാണ്, തൽക്കാലത്തേക്ക് പെർമനൻ്റായിട്ട് നിർത്താൻ പറ്റും, തൽക്കാലത്തേക്ക് ഇത് നിർത്തിയിട്ടൊരു വർക്ക് എനിക്ക് കംപ്ലീറ്റ് ചെയ്യണം, അതുകൊണ്ട് അതൊരു കുറച്ച് കാലമാകും. എന്നിട്ടാണ് ഇട്ടിക്കോരയുടെ അതുവരെ ഇതിൻ്റെ പാനലായിട്ട് പല കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റാത്ത പ്രശ്നമായിരുന്നു. എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫുൾ ടൈം അതിലേക്ക് ഇരുന്നാലല്ലേ ചെയ്യാൻ പറ്റും. അത് ചെയ്യാൻ തുടങ്ങി. അത് ഒരു 2007-8 കംപ്ലീറ്റ് ആവും. 8 സീരിയലൈസ് ചെയ്ത് വരും മാധ്യമം വീക്കിലി. 9 പുസ്തകമായിട്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പ്രീ ഡിഗ്രിക്ക് ചേർന്ന കാലത്ത് 5 പത്രം വരുത്തുന്നൊരു വീട്ടിലാണ് താമസിച്ചത്. അപ്പോൾ ആ കറണ്ട് അഫയേഴ്സ് കൃത്യമായിട്ട് ഫോളോ ചെയ്തിരുന്നു. ഇതൊക്കെ വായിക്കുമായിരുന്നു. ഈ 5 പത്രത്തിന് പുറമെ 6ാമത് വേറൊരു പത്രം വായിക്കുമായിരുന്നു. അത് ഈ ആർത്തി പിടിച്ചിട്ടുള്ളൊരു വായനയും വായിക്കുന്ന കാര്യങ്ങൾ ഓർത്ത് വെക്കാനുള്ള ഒരു എഴുതിയൊന്നും സൂക്ഷിക്കാനില്ല, മിക്കവാറും ഓർത്ത് വയ്ക്കും. അപ്പോൾ പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഇട്ടിക്കോരയ്ക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ എത്ര കാലം പ്രിപ്പയർ ചെയ്തു, റിസർച്ച് നടത്തിയത്. പക്ഷെ അത് അങ്ങനെയല്ല സംഭവിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കാലം മുതൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് കൊണ്ടുപോകുന്ന ഒരു പ്രോസസ്സ്. ഒന്ന് ബേസിക്കായിട്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ജോഗ്രഫിക്കലായിട്ട് കൃത്യമായിട്ടുള്ളൊരു ധാരണ ലോകത്തിനെ കുറിച്ച് ആ ചെറുപ്പകാലം മുതലേ ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു. ഇപ്പോൾ ഓരോ സ്ഥലം എവിടെയാണെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് ഇന്ന സ്ഥലമാണ്. അതുപോലെ മറ്റ് സ്ഥലങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ പിന്തുടരും. നമ്മുടെ നാട്ടിൽ പുറം രാജ്യങ്ങളിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളെയും നമുക്ക് കിട്ടാവുന്ന സോഴ്സ് വെച്ചിട്ട് നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ളത്. അപ്പോൾ പരമാവധി പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക,
ഞാൻ ഈ ഡിബേറ്റിംഗ് സൊസൈറ്റിയിൽ ഉണ്ടായിരുന്നു കോളേജ് പഠിക്കുന്ന അതേ സമയത്ത് തന്നെ ക്വിസ് ക്ലബിലൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ കറണ്ട് അഫയേഴ്സ് കൃത്യമായിട്ട് ഫോളോ ചെയ്യാനുള്ളൊരു താല്പര്യം ഉണ്ടാവും. അത് ഏത് മേഖലയാണെങ്കിലും, ഇപ്പം സ്പോർട്സ് ആണെങ്കിലും ശരി, ലിറ്ററേച്ചർ ആണെങ്കിലും ശരി, പൊളിറ്റിക്സ് ആണെങ്കിലും ഇതിങ്ങനെ പിന്തുടരുന്നു. അപ്പം ഇത് ആ കാലത്തെ നമ്മൾ ശീലിച്ചതുകൊണ്ട് നമ്മൾ ഒരു ഗ്ലോബലായിട്ടുള്ള കാര്യങ്ങളെ ഗ്ലോബലായി ഇതിന് കിട്ടാവുന്ന വിവരങ്ങൾ പരമാവധി ഓർത്ത് വെക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. പിന്നെ പൊളിറ്റിക്കലായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇപ്പം വളർന്നൊരു പശ്ചാത്തലം, പിന്നീട് നമ്മുടെ ഇത് പാൽപ്പേലേക്ക് എത്തുന്നപ്പോൾ ഇതിനോട് അതും കൂടെ റിലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ഓരോ മാറ്റങ്ങൾ, ലോകരാഷ്ട്രീയത്തിൽ വരുന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെടുന്ന ഘടകങ്ങൾ, അത് കുറേ കൂടെ എനിക്ക് എന്തുകൊണ്ടാണെന്ന് എനിക്ക് പറയാറുള്ളത്, എനിക്കതിൽ കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്നു, അത് ഫോളോ ചെയ്തു. ഞാനൊരു ഉദാഹരണം പറഞ്ഞു. ഞാൻ തിരുച്ചിറപ്പള്ളിയിൽ ജോലി ചെയ്യുന്ന കാലം ആയിട്ട്, അപ്പം അന്ന് ഹിന്ദു പത്രത്തിൽ വരുന്നൊരു വാർത്ത എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ അംബാസിഡർ നാരോലി എസ്കേപ്ഡ്. നിരുപമ ആണ് അംബാസിഡർ. അവര് ഭാഗ്യത്തിന് രക്ഷപ്പെട്ട വാർത്തയാണ്. അത് നടക്കുന്ന പെറുവിലാണ്, ലിമയിൽ ഇവരാദ്യമായിട്ട് അംബാസിഡർ സ്ഥാനത്തേക്ക് പോസ്റ്റും കിട്ടുന്ന അവിടെ വെച്ച്. പിന്നീട് അവർ ഫോറിൻ സെക്രട്ടറി ആവുന്ന, വലിയ US അംബാസിഡർ ആവുന്ന വലിയ പൊസിഷനിലേക്ക് എത്തും. അപ്പോൾ ഇവർ അംബാസിഡർ ആയിരിക്കുന്ന സമയത്ത് ജപ്പാൻ്റെ അംബാസിഡർ എല്ലാ രാജ്യത്തെയും നയതന്ത്ര പ്രതിനിധികൾക്ക് ഒരു വിരുന്ന് കൊടുക്കും ലിമയിൽ. ഇവർ ഒരു പങ്കെടുത്തിട്ട് ആ വിരുന്ന് നടക്കുന്ന സമയത്ത് തുപ്പാക്ക് ഗറില്ല അവിടെ ഇരിക്കുന്ന ആളുകളെ മൊത്തം ഹോസ്റ്റേജസ് 111 ദിവസം ഇവരെ ഹോസ്റ്റേജസ് ആയിട്ട് വെച്ചോണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് അവരെ വിടുന്നത്. ഈ ഗറില്ലകൾ വരുന്നതിന് 10 മിനിറ്റ് മുമ്പേ നമ്മുടെ അംബാസിഡർ അവിടുന്ന് വേറെന്തോ ആവശ്യത്തിന് പോകുന്നു. അതുകൊണ്ടാണ് അവർ രക്ഷപ്പെട്ടത്. അതാണ് വാർത്ത. ഇവര് പോകുന്ന നിമിഷങ്ങൾക്കുള്ളിൽ ഈ തുപ്പാക്ക് ഗറില്ലകൾ ബാക്കിയുള്ളവരെ ഹോസ്റ്റേജസ് ആക്കി. അപ്പം ഞാൻ ഇതിരുന്ന് വായിക്കുമ്പോൾ, ഇതോ ലിമ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നടക്കുന്നത്. ഞാൻ പല ഗറില്ല ഗ്രൂപ്പിനെ പറ്റിയിട്ടും കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരു തുപ്പാക്ക് ഗറില്ലകളുടെ ഒരു ഗറില്ല ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത്. അതുവരെ എനിക്ക് അറിഞ്ഞതാണ്. ആയിട്ട് തൃച്ചിയിൽ വേറൊരു തമാശ എന്താണെന്ന് വെച്ചാൽ, തൃച്ചിയിൽ ഒരു ഓർഡിനൻസ് ഫാക്ടറി, അത് തിരുച്ചിറപ്പള്ളി റെയിൽവേ ജംഗ്ഷനിൽ നിന്ന് വേറൊരു പോയിന്റിലാണ് ഓർഡിനൻസ് ഫാക്ടറി. അപ്പോൾ ബസ് റൂട്ടാണ്. അപ്പം ഞങ്ങൾ എന്നും ഈ ബസ്സിൻ്റെ ബോർഡിൽ കാണുന്ന എന്താണെന്ന് വെച്ചാൽ, ജംഗ്ഷൻ ടു തുപ്പാക്കി തൊഴിൽശാല. ഓർഡിനൻസ് ഫാക്ടറിയിൽ മറ്റു പല ആയുധങ്ങളും ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ബോർഡിൽ തുപ്പാക്കി തൊഴിൽശാല. അപ്പം ജംഗ്ഷനിൽ നിന്ന് തുപ്പാക്കി തൊഴിൽശാലയിലേക്കുള്ള ബസ് കയറിയിട്ടാണ് ഞാൻ പോണതെന്ന്. അപ്പം എനിക്കിത് വായിച്ചപ്പോൾ തോന്നിയ തമാശ എന്താണെന്ന് വെച്ചാൽ, ഒരു ഗറില്ല ഗ്രൂപ്പിന് എത്രയും ആപ്റ്റായിട്ടുള്ള പേര് കയറിയിട്ടുണ്ട്, തുപ്പാക്ക് ഗറില്ലകൾ. അപ്പം അങ്ങനെ വെറുതെ മനസ്സിലാണ് തോന്നിയത്. പക്ഷെ അതിങ്ങനെ മനസ്സിലുണ്ട്. ഞാൻ അങ്ങനെ ആലോചിക്കുക, അന്ന് നമുക്ക് മറ്റു തരത്തിൽ ഇത് ക്രോസ് ചെക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളില്ലാത്ത കാലം. അപ്പം ചില ആളുകളോടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ ഇത് അറിയാൻ പറ്റുന്ന ചിലരോട് ചോദിക്കുക, ഇതെന്ത് ഗറില്ലയാണ് ഇത്. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ആണ് എനിക്കത് മനസ്സിലാക്കാൻ പറ്റും. അതെന്താണെന്ന് വെച്ചാൽ, തുപ്പാക്ക് അമറോ എന്ന് പറയുന്ന അവസാനത്തെ ഇങ്ക രാജാവ്, അയാളുടെ പേരിലുള്ള ഗറില്ല ഗ്രൂപ്പാണ് തുപ്പാക്ക് ഗറില്ല, MRTP ഗറില്ല. അത് ഞാൻ അറിയണ പിന്നെ ഒരു 1-2 കൊല്ലമൊക്കെ കഴിഞ്ഞിട്ട്. ഇതൊക്കെ സംഭവിക്കുന്ന 90s ഞാൻ എഴുതുന്ന സമയത്തല്ല, ഈട്ടിക്കോരിന്ന് എഴുതുന്ന സമയത്തോ അല്ലെങ്കിൽ ആൽഫയുടെ ചെറിയ ചിന്തകളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് പിന്നീട് കുറേ കഴിയുമ്പോൾ
ഇട്ടിക്കോര് എഴുതുന്ന സമയത്ത് നമ്മൾ തുപ്പാക്കികളെ പറ്റി അതിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. പക്ഷേ അതിൽ ഈ നിരുപമയെ പറ്റിയിട്ടോ ബാക്കി കാര്യങ്ങളൊന്നും നമ്മൾ പറയുന്നില്ല. പറഞ്ഞാൽ ആ കഥയ്ക്ക് അത് ആവശ്യമില്ല. ഇതേപോലെ നമ്മുടെ ജീവിതത്തിൽ പല ഘട്ടത്തിൽ പല സാഹചര്യങ്ങളിൽ നമ്മൾക്ക് എത്തിയ കുറേ കാര്യങ്ങളുണ്ടാവും. അതിൻ്റെ പുറത്ത് നമ്മൾ അന്വേഷിച്ച് പോയ കുറേ കാര്യം ഉണ്ടാവും. അതിന്ന് കിട്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളിൽ നിന്നായിരിക്കും ഫിക്ഷനിലേക്ക്. പറഞ്ഞാൽ അവിടെ എന്നെ ഈ പെറുവിലെ പൊളിറ്റിക്സ് എന്നെ ആകർഷിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, പെറുവിൽ ഈ ഫുജിമോറി ഭരിക്കുകയാണ്. ആൽബർട്ടോ ഫുജിമോറി. അയാൾ ജപ്പാൻകാരൻ. ജപ്പാൻ എന്നുള്ള ഒരാൾ വേറൊരു രാജ്യത്ത് പോയി ആ രാജ്യത്തിന് പ്രസിഡൻ്റായിട്ട് 2 ടേം ഭരിച്ച് അവിടെ വളരെ സ്വേച്ഛാധിപതിയായിട്ട് അടിച്ചമർത്തി ആ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കും. അത് ഒരു അസാധാരണമായിട്ടുള്ള കാര്യമാണ്. അയാൾ വാസ്തവത്തിൽ ജനിച്ചത് അവിടെയല്ല. അയാളുടെ അച്ഛനമ്മമാരും ഇയാളും വരുമ്പോൾ അയാൾക്ക് 2 വയസ്സൊട്ടിന്. പക്ഷെ അതൊക്കെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് അവിടെ ജനിച്ച പോലെ റെക്കോർഡാക്കിയിട്ടാണ് ഇയാൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ആൽബർട്ടോ ഫുജിമോറിയുടെ ഭരണം പെറുവിൽ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നമുക്കൊരു താല്പര്യം തോന്നി. എങ്ങനെയായിരിക്കാം, എങ്ങനെയാണ് ജപ്പാനും പെറുവും തമ്മിലുള്ള. അപ്പം എന്താ വെച്ചാൽ പസഫിക് കൂടി ഇങ്ങോട്ട് വന്നാൽ അവർക്ക് നേരെ എത്താവുന്ന സ്ഥലമാണ്. അപ്പം നമ്മൾ ഗ്ലോബ് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ജപ്പാനിൽ നിന്ന് ഇങ്ങനെ വരുമ്പോൾ നേരെ എത്തുന്ന സ്ഥലമാണ് ഈ പ്രദേശം. അപ്പം ഇങ്ങനെ ഗ്ലോബലായിട്ടുള്ള പല കാര്യങ്ങൾ. ഞാൻ ഒരിക്കൽ ഒരു യാത്രയിലാണ് ബഹ്റൈനിലേക്കായിട്ട് വരുന്ന സമയത്ത് ഒരു 8-10 കൊല്ലം മുമ്പ് എൻ്റെ തൊട്ടടുത്ത സീറ്റിൽ ഒരു ക്രിമിയക്കാരി യാത്ര. നമ്മൾ ഉക്രൈൻ്റെ അപ്പുറത്തുള്ള ചെറിയ ബിറ്റുണ്ട്. അവിടെ ഉക്രൈൻ വാറൊന്നുമില്ല. അന്ന് ക്രിമിയയിലുള്ള ഇതാണ് പ്ലബിസൈറ്റാണ്. അവർക്ക് തന്നെ നിൽക്കണോ, അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ എന്ന്. അപ്പം ഇവര് ഒരുപാട് പൊക്കമുള്ള ഒരു സ്ത്രീയാണ്. ഒരു 6 അടിയൊക്കെ കൂടുതൽ പൊക്കമുണ്ട്. വളരെ മെലിഞ്ഞ് നീണ്ട ഒരു മൂക്കൊക്കെ ആയിട്ടുള്ള സ്ത്രീ എൻ്റെ തൊട്ടടുത്തിരുന്ന്. അപ്പോൾ അയാൾക്ക് വളരെ ടെൻഷനിലാണ് അവരിട്ടിരിക്കുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ എന്തോ പറയും, എന്നോട് പരിചയപ്പെടുകയൊക്കെ ചെയ്തു. ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഡിസൈഡ് ചെയ്യുന്ന ദിവസമാണ്. എന്താ ഈ ക്രിമിയ ഇവരുടെ റഷ്യയുടെ കൂടെ നിൽക്കണോ വേണ്ടയോ. ഇപ്പം ഇവർ വേണ്ടാന്ന് പറയുന്നതാണോ. അവർ ഈ കപ്പലുകളുടെ ഡിസൈനോ അതിൻ്റെ എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യുന്ന വളരെ ഉയർന്ന ഇതിലുള്ള നമ്മുടെ കൊച്ചിൻ ഷിപ്പ് യാർഡിൽ എന്തോ കാര്യത്തിന് വന്നിട്ട് കൊച്ചിൻ തിരിച്ച് പോവുകയാണ്. അപ്പം അവരന്ന് എന്നോട് ഈ സ്ഥലം ഞാൻ ചോദിച്ചു എന്താണ് സ്ഥലത്തിന് ഇത്ര ഒരു പ്രാധാന്യം എന്താണെന്ന് വെച്ചപ്പോൾ അന്ന് ആ യാത്രയിൽ അവർ അടുത്തിരുന്ന് പറഞ്ഞതാണ് ഈ പൈപ്പ് ലൈൻ പോണ കാര്യം. ഇതിൻ്റെ നിങ്ങൾ മാപ്പിൽ കണ്ടല്ലേ പറഞ്ഞ സ്ഥലത്ത് ചെറിയൊരു സ്ഥലമാണ്. പക്ഷെ അത് കയ്യിലില്ലെങ്കിൽ റഷ്യക്ക് കാര്യങ്ങൾ നടക്കില്ല. അതാണ് പുത്തിൻ ഈ ഇത് വിടാതെ പിടിച്ച്. അപ്പം ഇങ്ങനെ പല സമയത്ത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചിലപ്പോൾ നമ്മൾ അന്വേഷിച്ച് നടന്നിട്ട് ഒക്കെ കിട്ടുന്ന കാര്യമാണ്. നമ്മുടെ ഒരു താല്പര്യം കൊണ്ട് തോന്നുന്നു. ഇപ്പോൾ വേറെ ഏതെങ്കിലും ഒരു രാജ്യത്തുള്ള ഒരാളെ കണ്ട് നമ്മൾ പരിചയപ്പെടാൻ അവസരം കിട്ടിയാൽ തീർച്ചയായിട്ടും എനിക്ക് കൂടുതൽ താല്പര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാണാത്തൊരു സ്ഥലത്തിനെ പറ്റിയിട്ട് അറിയാനുള്ള ഒരു ത്വര അത് കൊണ്ട് കിടക്കും. അപ്പോൾ പിന്നെ ഈ ഗ്ലോബൽ പൊളിറ്റിക്സിൽ നമ്മൾ കുറേ ഇത് സ്ഥിരമായിട്ട് നമ്മൾ ഫോളോ ചെയ്ത് കുറച്ച് ഡീപ്പായിട്ട് നമ്മൾ പോകുമ്പോൾ ഇതിൽ പല ഇൻട്രസ്റ്റുകൾ വർക്ക് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവും. ഇപ്പം നമുക്കറിയാലോ, ഇപ്പോൾ എപ്പോഴും എവിടെയെങ്കിലും യുദ്ധം നടന്നുകൊണ്ടിരിക്കും. ലോകത്തിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത്. ഇപ്പോൾ ഈ വേൾഡ് കപ്പിന് ക്രിക്കറ്റ് നടക്കുന്ന പോലെ അഹമ്മദാബാദിൽ, അത് കഴിഞ്ഞ ധർമ്മശാലയിൽ, ബാംഗ്ലൂർ എന്ന് പറയുന്ന പോലെ യുദ്ധം ചെച്ചനിയയിൽ, സിറിയയിൽ, അഫ്ഗാനിസ്ഥാനിൽ, അല്ലെങ്കിൽ ഇറാഖിൽ, ഇതേപോലെ കുറേ കളിക്കളങ്ങൾ ഉക്രൈനിലോ. അപ്പോൾ നമ്മൾ എന്നെ ഏറ്റവും ഞെട്ടിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കോവിഡ് വന്ന് ലോകം മൊത്തം ഗതികെട്ട് രക്ഷപ്പെടും ഇനി അങ്ങനെ എന്താവുമെന്ന് നമ്മൾ ആകെ അൺസർട്ടനായിട്ട് ഇരുന്നിട്ട് അതിന്ന് വാക്സിൻ വന്ന് കഷ്ടിച്ചൊന്ന് എസ്കേപ്പ് ആയി എന്ന് വിചാരിച്ച് തുടങ്ങി ഉടനെ യുദ്ധം ചെയ്യാം.
അപ്പോഴല്ലേ യുദ്ധം തുടങ്ങണം. ഉക്രൈൻ യുദ്ധം തുടങ്ങുമ്പോൾ നമ്മൾ ജസ്റ്റ് അതൊന്ന് എസ്കേപ്പ് ആയിട്ട് ഉടനെ പുടിൻ്റെ ഇത് ഉക്രൈൻ യുദ്ധം തുടങ്ങും. അപ്പോൾ ഉക്രൈൻ യുദ്ധത്തിൽ ആദ്യം നമ്മുടെ ഇന്ത്യക്കാരായിട്ടുള്ള സ്റ്റുഡൻസ് കുറേ മലയാളികളൊക്കെ ഉള്ളപ്പോൾ വലിയ ഫോക്കസ് ഉണ്ടായിരുന്നു മീഡിയക്ക്. അത് കഴിഞ്ഞപ്പോൾ അത് കുറച്ച് കുറഞ്ഞു. പിന്നെയും കുറേയൊക്കെ ഉക്രൈൻ യുദ്ധം എന്ന് പറഞ്ഞ് കുറേ ദിവസമൊക്കെ ഉണ്ട്. പിന്നെ വാർത്തയിൽ അത് 3-ാമത്തെ 4-ാമത്തെ 5-ാമത്തെ ഒക്കെ സ്ഥാനത്തേക്ക് പോയി. അതങ്ങനെ എനിക്ക് തോന്നുന്ന യുദ്ധം കഴിഞ്ഞിട്ടില്ല തോന്നുന്നു. യുദ്ധം അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത യുദ്ധം അടുത്ത പോയിന്റിൽ തുടങ്ങും. അപ്പം ഇത് പല തരത്തിലുള്ള താല്പര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഗ്ലോബൽ പൊളിറ്റിക്സ് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിന്ന് പല തലങ്ങളും പോവാൻ പറ്റും. അതിൽ ഫിക്ഷനിൽ നമ്മൾ എഴുതുന്ന ഫിക്ഷനിൽ അതിൻ്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിയെന്ന് പലപ്പോഴും അതിനു വേണ്ടി പെട്ടെന്ന് എന്തെങ്കിലും ചെയ്ത കാര്യമില്ല. അത് തുടർച്ചയായിട്ട് പോകുന്നൊരു കാര്യം. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ തമിഴ് പഠിക്കുന്നതും ഒക്കെ ആയിട്ട് 80s അപ്പോൾ 80s തമിഴ് ലിറ്ററേച്ചറിൽ 83 ശ്രീലങ്കയിലെ ഏറ്റവും വലിയ കൂട്ടക്കൊല നടക്കുന്നത്, ബ്ലാക്ക് ജൂലൈ. അപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ടുള്ള ഈ കാലത്ത് നമ്മൾ തമിഴ് അത്യാവശ്യം വായിക്കാറാവുന്നു, പോയട്രി വായിക്കുന്നു, ലിറ്ററേച്ചർ വായിക്കാൻ തുടങ്ങുമ്പോൾ അന്ന് തമിഴ് ലിറ്ററേച്ചറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഈഴം. ഈ ഈഴമായിട്ട് ബന്ധപ്പെടുന്ന എഴുത്തും ഇതും. അപ്പോൾ അന്ന് മുതലേ നമ്മളിത് പിന്തുടരുന്നൊരു വിഷയം. ആ കാലത്ത് എൻ്റെ മനസ്സിൽ പ്രഭാകരൻ വലിയ ഒരു ഹീറോ ആണ്. മറ്റേ ചെകുവരെ പോലെയൊക്കെ ഒരു വലിയൊരു ഫ്രീഡം മൂവ്മെൻറ്റിൻ്റെ ആളായിട്ട് തന്നെയാണെന്ന് കാണുന്നത്. പക്ഷെ അത് കുറേ കൂടെ കഴിഞ്ഞ് അടുത്തടുത്ത സ്റ്റേജുകളിലേക്ക് വരുമ്പോൾ ഇവരുടെ തന്നെ പല ആക്ടിവിറ്റീസും നമുക്ക് തീരെ യോജിക്കാൻ വയ്യാത്ത, ഈ സൂയിസൈഡ് ബോംബേഴ്സിനെ കൊണ്ടുവരുന്നു, രാജീവ് മതം, അവിടെ പ്രേമദാസ, അങ്ങനെ പല ആളുകളെ അവിടെയും ഇവിടെയൊക്കെ സ്വന്തം ഇതിൽ തന്നെയുള്ള ആളുകളെ കൊന്നുകളയുന്നു, അങ്ങനെ പല. അപ്പം ആ വിഷയം ഞാൻ വളരെ കാലമായിട്ട് വളരെ ക്ലോസ് ആയിട്ട് ഫോളോ ചെയ്യുന്നൊരു വിഷയം. എനിക്ക് ഒരുപാട് ശ്രീലങ്കൻ റൈറ്റേഴ്സ്, തമിഴ് റൈറ്റേഴ്സ് ഒക്കെ ആയിട്ട് കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 2009 മെയ്യിലാണ് പ്രഭാകരനൊക്കെ കൊല്ലപ്പെടുന്നത്, അതിൻ്റെ ഫൈനൽ ഇത് വരെ. അപ്പം അത് കഴിഞ്ഞ സമയത്ത് നമുക്ക് ബന്ധമുള്ള ചിലർക്കൊക്കെ നമ്മൾ മെയിൽ അയക്കുമ്പോൾ റിപ്ലൈ വരാതെ, അവർ ജീവിച്ചിരിക്കുന്നുണ്ടോയെന്ന് പോലും നമുക്ക് അറിയാൻ വയ്യാത്തൊരു സ്റ്റേജ്. നമ്മൾ മുമ്പേ ഇൻ്റർവ്യൂ ചെയ്തിട്ടുള്ളതാണ്. മാതൃഭൂമിയിൽ ഫഹീമ ജഹാൻ്റെ ഒക്കെ ഇൻ്റർവ്യൂ, അവരുടെ കവിതയൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. രാജപക്ഷയ്ക്കെതിരെ നിശ്ചിതമായിട്ട് വിമർശിക്കുന്ന കവിതയുടെ മലയാളം ട്രാൻസ്ലേഷനൊക്കെ ഞാൻ ചെയ്തു. ഇതേ ഫഹീമയ്ക്ക് അയക്കുന്ന മെയിലിന് റിപ്ലൈ ഇല്ല. എന്നുവെച്ചാൽ ഫഹീമ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് എന്നോട് പറഞ്ഞത്, ഞാൻ എവിടെയാണെന്ന് മാത്രം നിങ്ങൾ ചോദിക്കരുത്, ബാക്കി എന്തും വേണം ചോദിക്കും. ഞാൻ ശ്രീലങ്കയിൽ എവിടെ ഉണ്ടെന്ന് ചോദിക്കരുത്, അതെൻ്റെ സേഫ്റ്റിയെ ബാധിക്കുന്ന കാര്യം. അപ്പം അങ്ങനത്തെ ഒരാൾ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നുന്ന അവസ്ഥയിൽ അങ്ങനെയാണ് പിന്നീട് ആ നോവൽ ചെയ്യാനായിട്ട് ഒറ്റയടിക്കല്ല, ഞാൻ അത് പറഞ്ഞ പോലെ ഒരു നോവലറ്റായിട്ടൊക്കെയാണ് ആദ്യം പ്ലാൻ ചെയ്തത്. ഒരു 3-4 അധ്യായം വരെ. അപ്പോൾ പാറക്കടവ് പറഞ്ഞിട്ട്, അന്ന് പാറക്കടവ് PK പാറക്കടവ് മാധ്യമത്തിൻ്റെ എഡിറ്ററായിരുന്നു. അപ്പോൾ പറഞ്ഞ് TD ഇങ്ങനെ കുറച്ച് നോവലറ്റുകൾ നമ്മൾ പബ്ലിഷ് ചെയ്യുന്നുണ്ട്, ഒരു നോവലറ്റ് തരണം. അപ്പം ഞാൻ ആന്ന് പറയുകയും ചെയ്തു. ഇതിൽ ഒരു 3-4 അധ്യായത്തിൽ വരുന്ന ഒരു നോവലറ്റൊക്കെ ചെയ്യാം. എന്നിട്ട് ഞാനത് ചെയ്യാൻ തുടങ്ങി. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇതൊരു നോവലറ്റാക്കി നമുക്ക് നിർത്താൻ പറ്റില്ല, അത് വലിയൊരു സാധ്യതയുള്ള വിഷയമാണ്. അപ്പോൾ PKയോട് ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെയാണ്, എനിക്കത് കുറേ കൂടെ സമയം വേണം, നോവലറ്റായിട്ട് ആഡൊക്കെ കൊടുത്താണ് വീക്കിലി, ഇന്ന ആളുകളുടെ നോവലറ്റ് വരും, അതിലെൻ്റെ പേരും വെച്ച് CV ബാലകൃഷ്ണൻ മൂന്തേട്ടൻ്റെ ഒക്കെ പേരിൻ്റെ കൂടെ നമ്മുടെ പേരും വെച്ചിട്ട് കൊടുത്തു. അവരുടെ ഒരെണ്ണം വരികയും ചെയ്തു. മൂന്തേട്ടൻ്റെ ആയിട്ട് വന്ന സമയത്ത് എപ്പോൾ തരുന്ന ചോദിച്ച് വിളിക്കുമ്പോൾ പറഞ്ഞത് മുന്നോട്ട് പോകുന്നില്ല,
പോകുന്നുണ്ട്, പക്ഷെ ഇങ്ങനെയാവും. എന്നിട്ടാണത് ഞാനൊരു 1-2 വർഷം കൂടെ പിന്നീട് എടുത്ത് നോവലായിട്ട് ചെയ്യുന്നത്. ആ വിഷയം എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഇപ്പം നിങ്ങൾക്കൊക്കെ അറിയാവുന്നല്ലോ, നാട്ടിൽ നമ്മുടെ അടുത്ത് എത്രയോ പേര് ശ്രീലങ്കയിൽ ജോലി ചെയ്ത ആളുകളുടെ കുടുംബങ്ങൾ നമ്മളോട് വളരെ അടുപ്പുള്ള ഒരു പ്രദേശമല്ലേ. അത് ഞാൻ ആ ശോഭാശക്തിയുടെ നോവലൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തിരുന്നത്, എന്ന് പറഞ്ഞ നോവൽ. അത് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ പിന്നെ അവരോടൊക്കെ കൂടുതൽ അടുക്കുമ്പോഴാണ് ഇതിൻ്റെ മറ്റ് ലെയറുകൾ നമുക്ക് മനസ്സിലാവും, ഇതിൻ്റെ ഉള്ളിലുള്ള. നിങ്ങൾക്ക് ഈ സിനിമ ഉണ്ടല്ലോ, ദീപൻ എന്ന് പറഞ്ഞ സിനിമ അല്ലേ? ദീപനിൽ ആക്ട് ചെയ്യുന്ന ആളാണ് ശോഭാശക്തി. ആന്റണി ദാസൻ, യേശുദാസൻ. അതുവരെ അയാൾ ഒരു സിനിമയിലും അഭിനയിച്ചിട്ടില്ല. ഫ്രാൻസിൽ അഭയാർത്ഥിയായിട്ട് എഴുത്തുകാരനായിട്ട് കഴിയുമ്പോൾ ആ ഫ്രഞ്ച് ഡയറക്ടർ ഈ റോളിന് പറ്റിയ ഒരാളെ അന്വേഷിച്ച് നടന്ന് ഇയാളുടെ അടുത്ത് എത്തി. പക്ഷെ പാംഡിയോറാ കിട്ടിയത്, കാനിൽ. അപ്പൊ നിറയെ ക്ലാസ് ഫിലിംസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊന്നും ഇല്ലാത്ത കാലത്താണ് ഞാൻ അദ്ദേഹത്തിന്റെ പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്തത്. ഞങ്ങള് ഇവിടെ മദ്രാസിൽ വെച്ചാണ് ഒരിക്കൽ പരിചയപ്പെടുന്നത്. പിന്നെ ഇപ്പോഴും ആ സൗഹൃദം അതേപോലെ തുടരുന്നു. അപ്പോൾ ആന്റണി കുറെ കൂടെ ബിസിയാണെന്ന് മാത്രമേ. പാരീസ്. അയാൾ അന്നേ പാരീസിലാണ്. അപ്പൊ അത് അങ്ങനെയൊക്കെയാണ് സുഗന്ധി സംഭവിക്കുന്നത്. മാമ ആഫ്രിക്ക പക്ഷെ വേറൊരു ഇതിലാണ്. എന്താണെന്ന് വെച്ചാല് ഞാൻ 15 ഇവിടെ ഷാർജ ബുക്ക് ഫെയറിൽ വന്നിരുന്നു. ആദ്യമായിട്ട് ഷാർജ ബുക്ക് ഫെയറിന് 15. അപ്പം ഈ 15 ഇവിടെ വരുന്ന സമയത്ത് ഈ മലയാളം പുസ്തകങ്ങളുടെയൊക്കെ ഈ അതിഭയങ്കര തിരക്കിൻ്റെ ഇടയിൽ നിന്ന് ഞാനൊന്ന് മാറി അപ്പുറത്തേക്ക് പോയത്. അപ്പം അവിടെ മറ്റ് ഭാഷകളുടെ സ്റ്റാളുകളിൽ കൂടിയൊക്കെ നടക്കുമ്പോൾ ഈ സ്വഹീലി പുസ്തകങ്ങളുടെ ഒരു സ്റ്റാൾ, വെറുതെ ഇങ്ങനെ ഒരേ സ്റ്റാളിലൊക്കെ കയറിയിരുന്ന്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ എല്ലാത്ത ഇടങ്ങളിൽ എന്ത് നടക്കുന്നു എന്നറിയാനുള്ളൊരു താല്പര്യം കൊണ്ട് പോയി. പിന്നെ ഇവിടെ ഭയങ്കര തിരക്കും, ഓവർ തിരക്കായപ്പോ ഇത്തിരി ഒന്ന് ഫ്രീ. അവിടെ നോക്കുമ്പോൾ അവിടെ വലിയ തിരക്കൊന്നുമില്ല. അപ്പൊ ഈ പെർട്ടിക്കുലർ സ്റ്റാളില് ആരുമില്ല. ഒരു സ്ത്രീ അവിടെ നിൽക്കുന്നുണ്ട്, കുറച്ച് പുസ്തകങ്ങളൊക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഞാൻ വെറുതെ അതിൽ കയറി ഇതൊക്കെ ഒന്ന് മറിച്ച് നോക്കി. അതേപോലെ 2-3 സ്റ്റാളുകളിൽ തുറച്ചു നോക്കിയിട്ടൊക്കെ പോകുന്നു അവിടെ. അപ്പം ഞാൻ ധരിച്ചത് ഇവര് ഈ താൻസാനിയക്കാരാണെന്ന്. അവിടുന്നാണ് അത്തരം പബ്ലിഷേഴ്സ് കൂടുതൽ വരാറുള്ളത്. അവരോട് ചോദിച്ചു, ഞാൻ താൻസാനിയ എന്നാണ്, ദർസലാം എന്നാണോ? അല്ല, കമ്പാല എന്നാണ്. അപ്പോൾ എന്നോട് ചോദിച്ചു, നിങ്ങൾ ഇന്ത്യയിൽ നിന്നാണ്, ഇവിടെ തന്നെ സ്ഥിരമായിട്ട് ജോലി ചെയ്ത് താമസിക്കുന്ന ആളാണോ എന്ന് ചോദിച്ചു. അല്ല, ഞാൻ ഫെയറിന് വന്നതാണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ടും കൂടി പരിചയപ്പെട്ടു. അപ്പോൾ ആ സമയത്ത് അങ്ങനെ അതിൻ്റെ ഏതൊരു സ്റ്റെപ്പിൽ ഞാൻ അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ കമ്പാലയിൽ തന്നെയാണോ താമസിക്കുന്നത്? അപ്പോൾ അവൾ പറഞ്ഞ അല്ല, ഞാൻ ജിഞ്ചയിലാണ്. അപ്പം ഈ ജിഞ്ച എന്ന് പറഞ്ഞാൽ ഈ നൈൽ ഉത്ഭവിക്കുന്ന സ്ഥലമാണ്. അപ്പം അത് കേട്ടപ്പോൾ ഈ ജിഞ്ചയായിട്ട് എനിക്ക് വേറൊരു ചെറിയ വളരെ പഴയൊരു ബന്ധമല്ല, ഒരു ഓർമ്മയാണ്. അപ്പം അത് ആ ഓർമ്മയിൽ അത് ഓൾമോസ്റ്റ് നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോയിരുന്നൊരു ഓർമ്മ ഇത് തോന്നി. അപ്പം പിന്നെ ഞാൻ കൂടുതലൊന്നും അവരോട് സംസാരിച്ചിട്ടില്ല. ശരി, താങ്ക് യു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നു. പിന്നെ ഇങ്ങനെ ആലോചിക്കുക എന്താണെന്ന് വെച്ചാൽ, ഞാൻ പണ്ട് ഈ UCയിൽ പ്രീ ഡിഗ്രി പഠിക്കുന്ന കാലത്ത് അന്ന് ഈ പെൻ ഫ്രണ്ട്സിൻ്റെ ഒരു കാലം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഈ മിറർ എന്ന് പറഞ്ഞൊരു മാഗസിൻ, പെൻ ബോൾസ് എന്ന് പറഞ്ഞിട്ട് അഡ്രസ് ഉണ്ടാവും ഒരു. അത് നാഷണൽ ഇന്റർനാഷണൽ. അപ്പൊ നമുക്ക് ഇന്റർനാഷണലാണല്ലോ താല്പര്യം. അപ്പൊ നാഷണലിൽ ഞാൻ അയക്കുന്നില്ല. ഇത് അയക്കണതിന്റെ ഉദ്ദേശം എന്താ വെച്ചാൽ, അവിടുത്തെ കാര്യങ്ങളൊക്കെ കൂടുതൽ നമുക്ക് അറിയാനുള്ള ആർത്തി കൊണ്ട് ചെയ്യും. അപ്പൊ അത് കുറച്ച് എക്സ്പെൻസീവാണ് ഈ പുറത്തേക്ക് അയക്കണം. എന്നാലും ചില അഡ്രസ്സുകളിലൊക്കെ അയച്ചൊക്കെ ഒന്നും റിപ്ലൈ വന്നില്ല. ഒക്കെ അങ്ങനെ നിരാശരായി ആ കാശ് പോയി എന്ന് പറഞ്ഞിരിക്കുമ്പോൾ, അങ്ങനെ ഇരിക്കുമ്പോൾ ഒരെണ്ണത്തിന് ഒരു മറുപടി വന്നു. അത്
മക്കരേരെ യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻറ്റ്, കമ്പാല. അപ്പം കിട്ടിയപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. ഞാൻ ഇംഗ്ലീഷിലാണ് അവിടുന്ന് കത്തയച്ചു. എനിക്ക് വന്ന റിപ്ലൈ മലയാളത്തിലാണ്. ആ ഞെട്ടിപ്പോയി ഞാൻ മലയാളത്തിൽ. ആ നല്ല ഇങ്ങനെ നമ്മൾ ഈ 2 വരെ കോപ്പി എഴുതി പഠിക്കുന്നൊരു കാലില്ലേ പണ്ട്, അത് പഠിച്ച ആളുകൾ ഇങ്ങനെ ഉരുട്ടി എഴുതി, അതുപോലെ നല്ല ഭംഗിയുള്ള അക്ഷരം. അധികമൊന്നുമില്ല, ഒരു 3-4 ചെറിയ പാരഗ്രാഫുകളായിട്ട്. അതിൽ പറയുന്നത് എൻ്റെ വീട് ജിഞ്ചയിലാണ്, ഈ നൈലിൻ്റെ ഉത്ഭവസ്ഥാനമാണ് ഇതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. എനിക്കറിയില്ല. ഞാൻ ഈ കത്തെന്താണ്, നൈലിൻ്റെ ഉത്ഭവസ്ഥാനം ജിഞ്ചയാണെന്ന് മനസ്സിലാക്കും. അപ്പം ഈ കത്ത് വന്നപ്പോൾ 2ാം വർഷം ഡിഗ്രി, എനിക്കൊരു 19 വയസ്സ്. അപ്പം എനിക്ക് വലിയ സന്തോഷം തോന്നി. ഇത്രയും ദൂരെ നിന്ന് നമുക്കൊരു കത്ത് വന്നേക്കുന്നു. അതിൽ ഈ പറഞ്ഞ പോലെ ഇതേ ഉള്ളൂ, ഇന്ന സ്ഥലമാണ്, ഇവര് ഇവിടുന്ന് കുറേ കാലം മുമ്പ് പോയി അവിടെ സെറ്റിൽ ചെയ്തിട്ടുള്ള ആളുകളാണ്, അവരുടെ റൂട്ട്സ് കേരളത്തിൽ തന്നെയാണ്. നിങ്ങൾ ഇനി കത്ത് അയക്കുമ്പോൾ മലയാളത്തിൽ അയച്ചാൽ മതി, കഷ്ടപ്പെട്ട് ഇംഗ്ലീഷിൽ എഴുതണമെന്നില്ല. ചിലപ്പോൾ ഞാൻ എഴുതിയ ഇംഗ്ലീഷിൻ്റെ വിശേഷം കൊണ്ടുപോകാം എന്നൊക്കെ തമാശയായിട്ട് പറഞ്ഞ് എൻ്റെ കൂട്ടുകാരൊക്കെ കളിയാക്കി. എന്താ വെച്ചാൽ കമ്പാലയിൽ നിന്ന് ഉഗാണ്ടയിൽ നിന്ന് പ്രണയലേഖനം വന്ന ആളുണ്ടാണ്. ഉഗാണ്ടയിൽ നിന്ന് പ്രേമലേഖനം വന്ന ഒരാളും നമ്മുടെ കൂടെ വേറെ ഉണ്ടാവില്ല, ഞാനല്ല. അപ്പം ഇവരൊക്കെ കളിയാക്കുന്നത് വേറെ ആരെയും കിട്ടിയില്ല നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ഥലത്തുനിന്ന്. അപ്പം ഞാൻ അതിൻ്റെ ആവേശത്തിൽ ഇതിൻ്റെ റിപ്ലൈ അയക്കുക, 3-4 പേജ്. മറ്റേ കവറൊക്കെ വാങ്ങിയിട്ട് അതിൽ എയർമെയിൽ കവറില്ലേ, അതിൻ്റെ ഉള്ളിൽ ഇതൊക്കെ വെച്ച് ഗംഭീരമായിട്ട് അതന്നെ. പിന്നെ മറുപടി ഇല്ല, അതോടുകൂടി എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഈ കടുത്ത കത്ത് അങ്ങോട്ട് ചെന്നതോടുകൂടി 2 കാര്യം സംഭവിച്ചിട്ടുണ്ടാവും. ഒന്നത് എത്തിയിട്ടുണ്ടാവില്ല, എന്തെങ്കിലും തരത്തിൽ കുറെ കഴിഞ്ഞിട്ടല്ലേ അവിടെ എത്തുന്നുള്ളൂ. ചിലപ്പോൾ ഇവര് മിസ്സാവുകയോ മറ്റേതെങ്കിലും തരത്തിൽ ഈ ഉഗാണ്ട അവിടെ പോകണ്ടേ, എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടോ. പിന്നെ റിപ്ലൈ ഒന്നും വന്നിട്ട്. അപ്പോൾ ഇത് ആദ്യം ഇങ്ങനെ തമാശയായിട്ട് നമ്മുടെ കൂട്ടുകാരൊക്കെ പറയുന്നത്, പിന്നെ അതങ്ങനെ അത് പോയി. ഈ ഒരു കത്ത് അങ്ങോട്ടും ഒരു കത്ത് ഇങ്ങോട്ടും അല്ലേ ഇത് സംഭവിച്ചിട്ടുള്ളൂ, വേറെ ഒന്നുമില്ലല്ലോ. ഇത് ഞാൻ ഓൾമോസ്റ്റ് നമ്മുടെ മനസ്സിൽ നിന്ന് മറന്ന കാര്യമാണ്. അതൊരു ആണ് ഇത്രയും 10-40 കൊല്ലത്തിന് ശേഷം ഇപ്പം ഇവരെ കണ്ട് ഇവരോട് സംസാരിക്കുമ്പോൾ ഞാനിത് ആദ്യം ആലോചിച്ചില്ല. ഇവര് ജിഞ്ച എന്ന് പറഞ്ഞപ്പോഴാണ് ജിഞ്ച. അപ്പൊ നമ്മുടെ ജിഞ്ച എന്താണല്ലോ. അപ്പൊ പിന്നെ അന്ന് ഞാൻ ഇങ്ങനെ റൂമിലിരിക്കുമ്പോൾ തോന്നിയതാണ് ഇതിന് ഒരു ഫിക്ഷണലായിട്ടൊരു സാധ്യത ഉണ്ടല്ലോ എന്ന്. അത് തോന്നാനുള്ള കാരണം എന്താ വെച്ചാൽ അന്ന് എൻ്റെ മകൻ ഘാനയിൽ ജോലി. അപ്പൊ അവൻ ഇങ്ങനെ ആഫ്രിക്കൻ എക്സ്പീരിയൻസുകൾ പറയും. അപ്പൊ ആഫ്രിക്കയുടെ ഈ ഘാനയിലെ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് ആക്സസ് ഉണ്ട് ഇത് തുടർന്ന് കൊണ്ടുപോകണമെങ്കിൽ. എന്നിട്ടാണ് ആ ഇതിലേക്ക് പിന്നെ ഉഗാണ്ടയിൽ പോയി. ഉഗാണ്ട, കെനിയ പോയി. മറ്റേ ഇവിടെ പോയില്ല, കോങ്കോ പോയി. ഉഗാണ്ടയിൽ നിന്ന് കോങ്കോയിലേക്ക് അതിലെ പോകുന്നതാണ് നമ്മുടെ നോവലില്. ആ ഭാഗം വേണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇത്തിരി റിസ്കിയാണ് അതിലേ പോവാൻ എന്നൊക്കെ പറഞ്ഞ് അത്രയും അത് പോയിട്ടില്ല. ഇവിടെ പോയൊക്കെ ഇതില് ഈ ജിഞ്ച, കമ്പാല, മക്കരേരെ യൂണിവേഴ്സിറ്റി, അതിലാ പറയുന്ന ആ പ്രദേശം ഉണ്ടല്ലോ, അതൊക്കെ അത് കംപ്ലീറ്റ് നമ്മള് പോയി. മുമ്പേ പോയി. പിന്നെ കിളിമഞ്ചാരോ അകലെ നിന്ന് കണ്ടു, അകലേന്ന് ലേക്ക് വിക്ടോറിയ കൂടി നമ്മൾ പോയി. അതൊക്കെ പോയി. എന്താണെന്ന് വെച്ചാൽ എൻ്റെ മോൻ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ അതേ കമ്പനിക്ക് ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ആളെയൊക്കെ കണക്ട് ചെയ്തിട്ട് പോയൊരു ശരിക്കും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടാണത് എഴുതിയത്. പാമുക്ക് 2 വർഷം മുമ്പ് വന്നപ്പോഴേ തോന്നുന്നൊരു കാര്യം, എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ പലരും ജയിലിലാണ് ഉള്ളത്. ഫിക്ഷനാണ് ഞാൻ കൈകാര്യം ചെയ്യുന്നതെന്നാണ് ഞാൻ പുറത്ത് നിൽക്കുന്നത്. വളരെ ഫിക്ഷൻ ഈ അധികാരത്തിനുള്ള കലാപത്തില് വലിയൊരു ആയുധമായിട്ട് മാറുന്നുണ്ട്. മോശഭാവ മേഖലയിൽ കഴിക്കുന്ന ഒരാളാണ്. അതെ. ഇപ്പൊ അല്ല, എന്താന്ന് വെച്ചാല്
ഫിക്ഷൻ അധികാരത്തിനെതിരേക്ക് നിൽക്കുന്ന കാര്യമാണ്. പക്ഷേങ്കിലും ഈ റെജിം എത്ര കണ്ട് ഒത്തലസായിട്ട് പെരുമാറും എന്നതനുസരിച്ച് പാമുക്കിനെ തന്നെ അവർ ഈ പറഞ്ഞ പോലെ, പാമുക്കൻ നോബൽ സമ്മാനം കിട്ടിയ ആളായതുകൊണ്ടും ഇൻ്റർനാഷണലി അത്രയും അക്ലൈംഡ് ആയതുകൊണ്ടാണ് പാമുക്കനോട് അധികം കളിക്കാതിരുന്നത്. അങ്ങനത്തെ ഒരാളല്ല എന്ന് വിചാരിക്കും. പാമുക്കിനെതിരെ അവർ ചാർജ് ചെയ്ത് ഈ അർമേനിയൻ ഇതിൽ തുർക്കിക്കാർ ചെയ്തതിനെ പറ്റി ചെറിയ ചില അല്ലാതെയൊന്നും പാമുക്ക് ക്രിട്ടിസൈസ് ചെയ്തിട്ടില്ല. എന്നിട്ട് പോലും അതായിരുന്നു ചാർജസ് വെക്കുന്നത്. പിന്നെ ഇവർ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെ ഫുൾ സപ്പോർട്ടുള്ളതുകൊണ്ടാണ് പാമുക്കിന് പിടിച്ചു നിൽക്കാൻ പറ്റിയത്. ഇപ്പോൾ അരുന്ധതി റോയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത് എന്താ? ആ ഒരു സപ്പോർട്ടുണ്ടല്ലോ. അതേ കാര്യം നമ്മൾ പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അരുന്ധതിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. വേറെ രീതിയിൽ പ്രിവിലേജ്ഡ് ആണ് അവരൊക്കെ. പിന്നെ അരുന്ധതിനൊന്നും ചെയ്യാൻ പറ്റില്ല. ഏറ്റവും അഗേൻസ്റ്റ് ആയിട്ട് മോഡിക്ക് സംസാരിക്കുന്ന ഒരാളാണ്. പക്ഷെ അവര് പറഞ്ഞ അതേ കാര്യം ഇപ്പൊ ഞാൻ പറഞ്ഞാൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാല് അവര് ചെയ്യും. അവർക്ക് വലിയ പക്ഷെ ഫിക്ഷനില് വേറെ നമ്മളും ഇപ്പൊ എന്റെ മറ്റേ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടോ പറയില്ല, അന്ധർ ബദിരർ മൂകർ എന്ന് പറയും. അത് കാശ്മീർ ഇഷ്യൂ ആണ്. കാശ്മീരിന് 370 വിഡ്രോ ചെയ്ത് പശ്ചാത്തലത്തിൽ എഴുതിയ നോവലാണ്. അത് അതിലെനിക്കൊരു റിഗ്രറ്റ് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ചും കൂടെ സമയമെടുത്തത് ഇത്തിരി കൂടെ വിശദമാക്കി എഴുതാവുന്ന സാധനമായിരുന്നു. പക്ഷെ അത് ഒരു വൈകാരികമായിട്ട് പെട്ടെന്നങ്ങ് എഴുതി തീർത്തുപോയി. കുറച്ചും കൂടെ വലിയൊരു സബ്ജക്റ്റാണ്, ഇത്തിരി കൂടെ പോകേണ്ടതായിരുന്നു എന്നുള്ളത്. അതൊഴിച്ച് അത് എഴുതുന്നത് എഴുതാൻ എനിക്ക് തോന്നിയ സമയം പറഞ്ഞു TV-യിൽ കാണുകയാണ്. ആഗസ്റ്റ് 15 പ്രധാനമന്ത്രി ചെങ്കോട്ടയിൽ കൊടി ഉയർത്തും, മറ്റേ വലിയ പ്രൊസഷൻ ആഘോഷമയം. എന്നാന്നറിയാം, ആഗസ്റ്റ് 5 കാശ്മീരിൻ്റെ പ്രത്യേക പദവി റദ്ദാക്കി. അടുത്ത 15 സ്ഥിതിയാ പറയും. കാശ്മീർ ഫുള്ളി കട്ട് ഓഫാണ്. അവിടെ ഒരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനും ഇല്ല. 7 ലക്ഷം പട്ടാളക്കാരെ കൊണ്ട് ഇറക്കിയേക്കാണ് വാലിയിൽ. ആളുകൾ പേടിയുടെ മുൾമുനയിൽ നിർത്തിയിട്ടാണ് ഇത് നടപ്പാക്കുന്നത്. ആ സമയത്താണ് ഇവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇപ്പം എനിക്ക് തോന്നി ഇത് എന്ത് സെലിബ്രേഷനാണ്? നമ്മുടെ രാജ്യത്തുള്ള വലിയ ഒരു സ്റ്റേറ്റിനെ, ഒരു വിഭാഗം ആളുകളെ നിശബ്ദരാക്കി അവരെ അന്ധരും ബദിരരും മൂകരുമാക്കിയിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പം ഇതെന്നാണ് ആ നോവൽ വന്നത്. ആ നോവൽ വന്ന സമയത്ത് കുറച്ച് ചെറിയ തോതിലൊക്കെ അതിനെതിരെ ചില ഇതൊക്കെ ഉണ്ടായി. പക്ഷെ അത് ഒരു വലിയ അളവിലേക്ക് എന്തോ ഭാഗ്യത്തിന് പോയില്ല എന്ന്. അതിൻ്റെ കവറിനൊക്കെ എതിരെ ആക്ഷേപങ്ങളൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ നാച്ചുറൽ ഫിക്ഷൻ ആണ് ശരിക്ക് ഇത്തരം സാഹചര്യങ്ങളിൽ ഫിക്ഷൻ എന്നല്ല, ക്രിയേറ്റിവിറ്റി. അത് കഥയാവാം, കവിതയാവാം, ഏത് തരത്തിലുള്ള സർഗാത്മകതയിൽ കൂടി അധികാരത്തിനെ പ്രതിരോധിക്കുക എന്നുള്ളതാണ്. എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെയാണ് ശ്രമിച്ചിട്ടുള്ളത്. പക്ഷെ ഈ അധികാരം അതിൻ്റെ ഒരു രാക്ഷസ സ്വഭാവത്തിലേക്ക് എത്തുമ്പോൾ എന്താവെന്ന് പറയാൻ പറ്റില്ല. പിന്നെ അതേപോലെ എന്താണെന്ന് വെച്ചാൽ കേരളത്തിലുള്ള പോലെ ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ അത്ര വായനാശീലമില്ല. അപ്പോൾ നമ്മൾ ഫിക്ഷനിലൂടെയുള്ള പ്രതിരോധം എന്നൊന്നും പറഞ്ഞാൽ അവിടേക്ക് ഇത് ഏച്ചില്ല. നമ്മൾ കേരളത്തിൽ കാണുന്നതേ അല്ല ഇന്ത്യ. ഈ ഫാസിസം എന്ന് പറയുന്ന അങ്ങനെ സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കുന്ന ഒരു സംഭവമല്ല. അതിന് എതിരെയുള്ള റെസിസ്റ്റൻസ് വരുമ്പോൾ അത് സ്വയം അതിൻ്റെ തന്ത്രങ്ങൾ മാറ്റും. അപ്പോൾ ഫാസിസത്തിൻ്റെ നമ്മുടെ ചില ഡെഫിനിഷൻസ് ഉണ്ട്. ആ ഡെഫിനിഷൻ അനുസരിച്ചിട്ട് വന്നിട്ടില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഇരുന്നിട്ട് കാര്യമില്ല. എന്താണെന്ന് വെച്ചാൽ അത് ഒരു സാഹചര്യത്തിലുള്ള
അതിനെതിരെയുള്ള പ്രതിരോധം വരുമ്പോൾ ഈ പ്രതിരോധത്തിനെ മറികടക്കാവുന്ന പുതിയ തന്ത്രങ്ങൾ കൊണ്ടുവരും. അധികാരത്തിൻ്റെ ഒരു ഹിംസാത്മകതയാണ് ഇതിൽ ബേസിക്കായിട്ട് വർക്ക് ചെയ്യുന്നത്. അതിന് എപ്പോഴും പുതിയ വഴികൾ, പുതിയ മെത്തഡോളജി, പുതിയ ഇംപ്ലിമെൻറ്റേഷൻ അത് കണ്ടെത്തിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു 30-40കളിലെ ഫാസിസത്തിലേക്കുള്ള തിരിച്ചുപോക്കല്ല, ഏറ്റവും പുതിയ തന്ത്രങ്ങളുമായി പുതിയ കാലത്തിൻ്റെ പുതിയ ഒരു സംഹാരശേഷിയുള്ള ഫാസിസത്തിലേക്ക്, ഫാസിസമോ അല്ലെങ്കിൽ വേണമെങ്കിൽ അതിന് വേറെന്ത് പേരിട്ട് നിങ്ങൾ വിളിച്ചാലും അതിലേക്കാണ് പോകുന്നത്. ഈ ആ റൈറ്റ് വിങ് ഒരു സ്വിങ് ഉണ്ടല്ലോ അങ്ങോട്ടുള്ള, ഇപ്പോൾ നിയോനാസികൾക്കൊക്കെ കിട്ടുന്ന പിന്തുണ, അല്ലെങ്കിൽ ഇപ്പോൾ ട്രംപിനെ പോലെയുള്ള ആളുകൾക്കൊക്കെ കിട്ടുന്ന, ഞാൻ ഈ രാജപക്ഷയുടെ പ്രസംഗം നേരിട്ട് ശ്രീലങ്കയിൽ കേട്ടു. പുസ്തകമൊക്കെ വന്നതിന് ശേഷം പോയത്. പുസ്തകം ഇറക്കുന്നതിന് മുമ്പേ ഞാൻ 3-4 തവണ യാത്ര ചെയ്തതാണ്. അപ്പോൾ പുസ്തകം വന്നതിന് ശേഷം ഒരു ട്രിപ്പ് പോയി. അപ്പോൾ നമുക്ക് അത്ഭുതം തോന്നി. ഇയാൾ 100,000-ലേറെ ആളുകൾ കൊല്ലപ്പെടുന്ന ആ സിവിൽ വാറിൻ്റെ എല്ലാ സൂത്രധാരനും ഇയാളാണ്. പക്ഷേ 10,000-കണക്കിന് ആളുകൾ അയാളുടെ പ്രസംഗം കേട്ട് ആവേശത്തോടു കൂടി അയാൾക്ക് പിന്തുണ ആയിട്ട് ജയ് വിളിക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടു. എനിക്ക് ഒരു സംശയം ഉണ്ടായിരുന്നില്ല ഇയാൾ തിരിച്ചു വരുന്നുള്ളതായിരുന്നു. പിന്നെയും അതിലും മണ്ടത്തരങ്ങൾ ചെയ്തിട്ടാണ് വീണ്ടും ഇവർക്ക് പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ ആള് ജനങ്ങളെ ഇപ്പം മോഡിക്ക് കിട്ടുന്ന ഒരു പിന്തുണയുടെ സ്വഭാവം, അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലൊക്കെ ഇതേപോലത്തെ ഭരണാധികാരികൾക്ക് കിട്ടുന്ന പിന്തുണ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ഇടയിൽ അത്തരത്തിലൊരു ഷിഫ്റ്റ് വരുന്നുണ്ട്. ഫാസിസത്തിനെ നമ്മൾ ഭയപ്പെടുന്നത് അത് ഒരു ഭരണാധികാരിയോ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനമോ എന്നുള്ള നിലയ്ക്കല്ല, മനുഷ്യരുടെ ഉള്ളിലേക്ക് അല്പാൽപമായിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് പല അളവിൽ ഒരിതാവും. പിന്നെ വലിയ ആസൂത്രിതമായ പ്രവർത്തന പദ്ധതികളുണ്ട്. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു. എനിക്ക് ഒരു 4-5 കൊല്ലം മുമ്പ് ഒരു വീഡിയോ, 1 മണിക്കൂറോളം ഒരു വീഡിയോ, അത് മദ്രാസ് IIT-യിൽ, എൻ്റെ മോള് മദ്രാസ് IIT-യിൽ, അവളാണ് എനിക്ക് അയച്ചു. മദ്രാസ് IIT-യിൽ നടക്കുന്ന ഒരു ടോക്കാണ്. അവിടുത്തെ വന്ദേ മാതരം സ്റ്റഡി സർക്കിൾ എന്ന് പറഞ്ഞൊരു സ്റ്റുഡൻസ് ഗ്രൂപ്പ്, അവർ ബങ്കിം ചന്ദ്രൻ്റെ ബർത്ത് സെൻറ്ററിയുടെ ഇതിലോ അതിൻ്റെ എന്തോ ഒരു ഇതിൽ ഒരു 10-20 സ്റ്റുഡൻസും റിസർച്ചേഴ്സ്, കുറച്ച് ടീച്ചേഴ്സൊക്കെ ഇരിക്കുന്നു. ആ ടോക്ക് നടത്തുന്ന ആളുടെ പേര് മിഷേൽ ഡാനിനോ. അയാളൊരു ഇൻഡോളജിസ്റ്റാണ്, ഫ്രഞ്ചുകാരനാണ്. വളരെ കാലമായിട്ട് ഇന്ത്യയിലാണുള്ളത്. പോണ്ടിച്ചേരിയിലുണ്ടായിരുന്നു, കോയമ്പത്തൂരുണ്ടായിരുന്നു. അറ്റ് പ്രസൻറ്റ് അയാൾ ഗാന്ധിനഗർ IIT-യിൽ വിസിറ്റിംഗ് ഫാക്കൽറ്റിയോ അതോ ഗസ്റ്റ് ഫാക്കൽറ്റിയോ അങ്ങനെ എന്തോ. ഇയാൾക്ക് നമ്മുടെ രാജ്യം പത്മശ്രീ കൊടുത്ത് ആദരിച്ചിട്ടുണ്ട്. സരസ്വതി നദി ഒരു യാഥാർത്ഥ്യമായിരുന്നു എന്നാണ് ഇദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകളിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇയാളാണ് ഇവർക്ക് ടോക്ക് നടത്താനായിട്ട് വന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ചിട്ടയ്ക്ക് അനുസരിച്ച് ഇയാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം വരുന്നു. നല്ല ലാംഗ്വേജാണ്, വളരെ പൊളൈറ്റാണ്, മഹാമാന്യൻ. അങ്ങനെയാണ് ഇയാൾ. അപ്പം അയാൾ സംസാരിച്ച് തുടങ്ങും. നമ്മുടെ ചരിത്രം, നമ്മുടെ വലിയ പാരമ്പര്യം, അതൊക്കെ പറയും. ഇയാളാണെങ്കിൽ ഇൻഡോളജിസ്റ്റ് അല്ലേ, ഇന്ത്യയെ പറ്റി ആകെ അരച്ച് കലക്കി കുടിച്ച മനുഷ്യനാണ്. അയാളുടെ ഡോക്ടറേറ്റ് ഇൻഡോളജിയിലാണ്. അപ്പം ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞ് പറയണമെന്ന്, നിങ്ങളെപ്പോലെ ഇപ്പോൾ IIT-കൾ എന്ന് പറഞ്ഞാൽ ഒരു ക്രീം ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അവിടെ പഠിക്കുന്നവർക്ക് ഒക്കെ ഇന്ത്യയുടെ ഒരു നോളജ് ഹെറിറ്റേജ് ശരിക്കും ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അവിടുത്തെ നമുക്ക് വലിയൊരു പാരമ്പര്യമുണ്ട്, അത് നിർഭാഗ്യവശാൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള അവസരം നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. അതിന് ചില റീസൺസ് ഇയാൾ പറയും. അതൊക്കെ ഞാൻ ഈ പറയുന്ന പോലെയല്ല. അയാൾ കുറേ പ്രസൻറ്റേഷൻ അത് ഇതൊക്കെ ആയിട്ട് വലിയ കെട്ടിക്കാഴ്ചയോട് കൂടി, അതും ഭാഷ കൊണ്ടുള്ള ഭയങ്കര
കളിയൊക്കെ കളിച്ചിട്ടാണ് പറയുന്നത്. എന്നിട്ട് പറയുന്നത് ഇതിന് മുഴുവൻ കാരണം ഈ നാട്ടിൽ നിലനിൽക്കുന്ന സെക്കുലറിസം. ഈ സെക്കുലറിസം വലിയൊരു അപകടമാണ്. അതില്ലായിരുന്നെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നമ്മുടെ ഹെറിറ്റേജ് റിലേറ്റഡ് ആയിട്ടുള്ള നോളജ് നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ പഠിപ്പിക്കാനുള്ള സൗകര്യം കിട്ടും. ഇതിനെല്ലാം തടസ്സം നിൽക്കുന്ന കുറേ സെക്കുലറിസ്റ്റുകൾ ഉണ്ട്. ഈ സെക്കുലറിസം എന്നുള്ള വാക്ക് നമ്മുടെ ഭരണഘടനയിൽ 42nd അമെൻമെൻറ്റിൽ ചേർത്തതാണ്. ആ ചേർക്കാനുള്ള പശ്ചാത്തലമൊക്കെ അത് കമ്മ്യൂണിസ്റ്റുകാരെ അപ്പീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്ത കാര്യമാണ്. ഇതൊക്കെ പറഞ്ഞിട്ട് പറയും ഇത് ആവശ്യമുണ്ടോ, നമുക്കൊരു പ്ലബിസൈറ്റ് നടത്തിക്കൂടെ, ഈ സെക്കുലറിസം എന്നുള്ള വാക്ക് ഒഴിവാക്കേണ്ടതല്ലേ. നമ്മുടെ ഇന്ത്യയുടെ പാരമ്പര്യം സെക്കുലർ അല്ല, അത് പുള്ളി സമർത്ഥിക്കും. അതിന് കുറേ ഉദാഹരണങ്ങൾ. ഇന്ത്യയുടെ എല്ലാ വളർച്ചയും മുരടിച്ചു പോകാനുള്ള പ്രധാന കാരണം ഈ സെക്കുലർ സമീപനം. നമുക്ക് അങ്ങനെ ഒരു പാരമ്പര്യം ഇല്ല. പിന്നെ ഇന്ത്യയുടെ സെക്കുലറിസം എന്ന് പറയുന്നത് യൂറോപ്യൻ സെക്കുലറിസം അല്ല. ആ സെക്കുലറിസം നടപ്പാക്കുകയാണെങ്കിൽ കൂടെ നമുക്ക് പിന്നെ സഹിക്കാമായിരുന്നു. അതല്ല. അപ്പോൾ ഈ 100-200 പേരോട് ചോദിക്കുകയാണ്, ഇത് നമുക്ക് ഒരു പ്ലബിസൈറ്റ് വെച്ചിട്ട് തീരുമാനിച്ചൂടെ? ഈ 200-ൽ ഒരു 100-150 ആൾ കൈവെക്കും. 150 ഒരു 10-20 ആളായിട്ട് ബാക്കി ഉണ്ടാവും. പോയി സെക്കുലറിസം വേണ്ടാണ്. അപ്പം ഇങ്ങനെ ഇയാൾ പറഞ്ഞ് പല ഘട്ടങ്ങളിലായിട്ട്, ഇത് മാത്രമല്ല വേറെ പല കാര്യങ്ങളും ഇതിൻ്റെ കൂടെ പറഞ്ഞു. അപ്പം അവിടെ ഇരിക്കുന്നതിൽ ഒരു 90% ആളുകൾ പൂർണ്ണമായിട്ട് ഇയാൾ പറയുന്നത് പിന്തുണയ്ക്കുന്നു, കൈയടിക്കുന്നു, കൈ പൊക്കുന്നു ഒക്കെ. ഇടയ്ക്കിടയ്ക്ക് ഇയാൾ വരെ ചോദ്യങ്ങൾ ചോദിക്കും. ഇത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ലാസ്റ്റ് ലാപ്പിലേക്ക് എത്തുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ എണീക്കും. അവൻ എണീറ്റിട്ട് ഇദ്ദേഹത്തിനോട് ഒരു ചോദ്യം ചോദിക്കും, താങ്കൾ ഇത്രയും നേരം ഈ പറയുന്നതൊക്കെ ഇതിനൊക്കെ കാരണം ഈ നാട്ടിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു ഫാസിസ്റ്റ് റെജിമിനെ സാധൂകരിക്കാനല്ലേ? ഈ ചോദ്യങ്ങൾ കേട്ടതോടുകൂടി ഇതുവരെ ഇയാൾ വളരെ മാന്യൻ, ഒന്നാം തരം, വളരെ പൊളായിട്ട് നല്ല ഭാഷയിലൊക്കെയാണ്. അയാളുടെ രൂപവും ഭാവമൊക്കെ മാറും. അതിൻ്റെ വിശ്വരൂപം അറിയില്ലേ. ആദ്യത്തെ ചോദ്യം എന്താണെന്നറിയോ? ഫാസിസം, വേർ ഈസ് ഫാസിസം? ഈസ് ദർ എനി ഗ്യാസ് ചേമ്പേഴ്സ്? ഷോ മീ ദ ഗ്യാസ് ചേമ്പർ. അയാൾ അതുവരെ ഉണ്ടായിരുന്ന ഒരു 40 ഡെസിബലിലാണെങ്കിൽ 80-100 ഡെസിബൽ ശബ്ദം എന്ന ആകെ ഭയങ്കര ബഹളമായി. അവിടെ ഈ എഴുന്നേറ്റെന്ന് ചോദ്യം ചോദിച്ചവനെ, അവിടെ ചോദിച്ചവനെ ബാക്കിയുള്ളവരും ഇയാളൊക്കെ കൂടി അവനെന്തോ ഭയങ്കരമായിട്ടുള്ള അപരാധം ചെയ്ത ആളെന്നുള്ള മട്ടിൽ അവൻ്റെ ചീത്ത വിളിക്കുന്ന, നമ്മുടെ സൊസൈറ്റിയിലെ ഏറ്റവും അപ്പർ ലെയറിൽ ചെയ്യുന്ന പണിയാണ് പറയുന്നത്. അവിടെ ഉള്ളവരോട് ഈ പ്രാച്ചിയോ അല്ലെങ്കിൽ മറ്റേ വിപ്ലവ ദൈവമൊന്നും പറഞ്ഞാൽ അവിടെ ഏൽക്കില്ല എന്നറിയാം. അവിടെ ഇങ്ങനത്തെ ആളുകളെ ഇറക്കുമ്പോൾ പിന്തുണ കിട്ടും. അപ്പോൾ പുതിയ കാലത്തെ ഫാസിസം എന്ന് നമ്മൾ ആ ഫാസിസത്തിനെ ഒന്നുകിൽ പുതിയ നിർവചനങ്ങളിലേക്ക് നമ്മൾ പോകേണ്ടത്. ഫാസിസ സമാധാനത്തിൻ്റെ, വികസനത്തിൻ്റെ ഇതൊക്കെ വ്യാജ മുഖംമൂടി വെച്ചിട്ടാണ് വരുന്നത്. സുഗന്ധിയിൽ ഞാൻ കൃത്യമായിട്ട് അത് പറയുന്ന ഒരു പോർഷൻ. പുതിയ കാലത്ത് ഫാസിസം വരുന്നത് പഴയ കാലത്ത് പോലെയല്ല. വളരെ വ്യാജ പ്രതിച്ഛായകൾ സൃഷ്ടിച്ചുകൊണ്ടാണ് ഫാസിസം. വളരെ ഹിംസാത്മകമായിട്ടുള്ള പ്രവർത്തന പദ്ധതികൾ അതിൻ്റെ പുറകിലുണ്ട്. ഇപ്പോൾ നമ്മുടെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിനെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് ഹസ്തിനപുര, അതേപോലെ ഒരു 8 സൈറ്റുകൾ എക്സ്കവേഷൻസ് നടക്കും. അപ്പോൾ ഈ എക്സ്കവേഷൻസിൻ്റെ എല്ലാ ഉദ്ദേശം എന്താ വെച്ചാൽ പണ്ട് കാലത്ത് നമ്മുടെ ഈ പുരാണങ്ങൾ പറയുന്നതെല്ലാം യാഥാർത്ഥ്യമാണ് സ്ഥാപിച്ചെടുക്കലാണ്.
ഇപ്പൊ തന്നെ പറഞ്ഞു കഴിഞ്ഞു അടുത്തത് മധുര. മറ്റേ ഇവിടെ കാശിയിലുള്ള പള്ളി എങ്ങനെ പൊളിക്കാൻ വല്ല വഴിയുണ്ടോ എന്ന് നോക്കിയിട്ട് അതിന് പലതവണ സർവേ നടത്തലും എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അത് എൻ്റെ ലക്ഷ്യം ഇത് നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ സെന്റേഴ്സ് നല്ലൊരു ശതമാനം ഇപ്പോഴത്തെ റെജിമിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് മാറിക്കഴിഞ്ഞു എന്ന് പറയാം. പല യൂണിവേഴ്സിറ്റികളോടും പറയണത് നിങ്ങളുടെ യൂണിവേഴ്സിറ്റി JNU പോലൊരു സ്ഥലമാവാതെ നോക്കൂ.